السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين سيدنا ومولانا وحبيبنا ومرشدنا ومنجينا وهادينا وقرة أعيننا ومحبوبنا ومعشوقنا محمد مصطفى صلى الله عليه وسلم وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. صدق الله العظيم. وقال نبينا محمد صلى الله عليه وسلم: الحج المبرور ليس له جزاء إلا الجنة، أو كما قال رسول الله صلى الله عليه وسلم. اللهم اجعل نصيحتي نصيحة مؤثرة في قلوبي وقلوب السامعين يا رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ദീനി സ്നേഹികളെ, അള്ളാഹുവിൻ്റെ അതിഥികളായി പരിശുദ്ധമായ ഹറമൈനി ഷരീഫൈനിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന അള്ളാഹുവിൻ്റെ അതിഥികളെ, സർവശക്തനും ജഗനിയന്താവുമായ അള്ളാഹു നമ്മുടെ ഈ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. അൽ ഹറമൈൻ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്ന ഈ പഠന ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരെയും സർവശക്തൻ ആ പുണ്യഭൂമിയിൽ എത്തിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു പരിശുദ്ധമായ ഹജ്ജ്, ഉംറ, സിയാറത്ത് അധികമായി ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഹജ്ജിൽ പോകുന്ന ഓരോരുത്തരും, ഹജ്ജിന് വേണ്ടി പോകുന്ന ഓരോരുത്തരും ഹജ്ജിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ പോകുകയാണ്. എന്താണ് നമ്മുടെ ഉദ്ദേശം? ഹജ്ജിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? വളരെ പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണ് ഈ ഹജ്ജിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 ലക്ഷ്യമാണ്. ഒന്ന്, അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കി തീർക്കുക. 2, സൃഷ്ടികളുമായുള്ള ബന്ധം നന്നാക്കുക. ഇതാണ് ഹജ്ജിൽ കൂടി നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹജ്ജിൻ്റെ ആയത്തുകൾ നമ്മൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ, ഹജ്ജിൻ്റെ ആയത്തുകൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ ഹജ്ജിൻ്റെ ആയത്തുകൾ ഞാൻ ഓതുകയുണ്ടായി. ഹജ്ജിൻ്റെ ആയത്തുകൾ നമ്മൾ കേൾക്കണം. അള്ളാഹു കേൾക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ.
അള്ളാഹു പറയുന്ന ക്ലാസ്സാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്. അത് മനസ്സിലായില്ല എങ്കിലും ആ ആയത്ത് കേൾക്കുന്നത് തന്നെ പ്രതിഫലമുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون صدق الله العظيم. ഹജ്ജ് പഠന ക്ലാസ് അള്ളാഹു വിശദീകരിച്ച് കഴിഞ്ഞു. ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തത് മുതൽ ഹജ്ജിൽ നിന്നും തഹല്ലുലാകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഈ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചു. വീടുകളിൽ ചെന്നാൽ നമ്മുടെ വീടുകളിൽ തഫ്സീറുകളുണ്ട്, മലയാള തഫ്സീറുകൾ. അൽഹംദുലില്ലാ സൂറത്തുൽ ബഖറയുടെ 2ാമത്തെ ജുസു അതിൻ്റെ ഒരു 4-5 പേജുകൾ കഴിഞ്ഞാൽ ഹജ്ജിനെ കുറിച്ച് വിശദീകരിക്കുന്ന ആയത്തുകളാണ്. നമുക്ക് സമയം കിട്ടുമ്പോൾ ആ തഫ്സീറെടുത്ത് നമ്മൾ വായിക്കും, നമ്മളെ മക്കളെ കൊണ്ട് വായിച്ച് കേൾക്കും. അൽഹംദുലില്ലാ ഹജ്ജിൻ്റെ വിശദീകരണം അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. ഹജ്ജിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയം ആയത്ത് ഓതിയപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ പ്രധാനമായി അറഫയെക്കുറിച്ച് പറഞ്ഞു, മുസ്ദലിഫയെക്കുറിച്ച് പറഞ്ഞു, ഹജ്ജിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഹജ്ജിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഹജ്ജിൽ നിന്ന് വിരമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല 2 കാര്യങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ ഹജ്ജിൻ്റെ ലക്ഷ്യമായ 2 കാര്യങ്ങളും ഈ ആയത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് അള്ളാഹുമായുള്ള ബന്ധം, അവനുമായുള്ള കണക്ഷൻ, അവൻ്റെ സ്മരണ നിലനിർത്തലാണ് ഹജ്ജിൻ്റെ 1ാമത്തെ ലക്ഷ്യം. 2ാമത്തെ ലക്ഷ്യം ലോകത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്ന് വരെയും നമ്മൾ ജീവിച്ചിരിക്കുന്നത് വരെയും മരണത്തിന് മുമ്പായി ആരോടെല്ലാം നമ്മൾ സഹകരിക്കുന്നുണ്ടോ അവരോടുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കുക. ഈ 2 കാര്യങ്ങൾ നന്നാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് സ്വർഗം നൽകും, അവനക്കൊരു പ്രയാസവും ഉണ്ടാവുകയില്ല, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയെടുക്കാനും കഴിയും.
ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. ലില്ലദീന ഒരു കൂട്ടം ആൾക്കാർക്കുണ്ട്, അഹ്സനു അവർ നന്നാക്കി, അവരുടെ ബന്ധങ്ങൾ നന്നാക്കി, പ്രവർത്തനങ്ങൾ നന്നാക്കി, അവരുടെ ഓരോ കാര്യങ്ങൾ നല്ല നിലയിൽ അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം നൽകും, അതിനേക്കാൾ കൂടുതലും നൽകും. വലാ യർഹഖു വുജൂഹഹും ഖതറുൻ വലാ ദില്ല. അവരുടെ മുഖത്ത് ഒരു മ്ലാനതയോ ഒരു പ്രയാസമോ ഒരു ദുഃഖമോ ഒന്നും കാണുകയില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന. അവർ സ്വർഗനിവാസികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ. ആ സ്വർഗത്തിൽ അവർ അൽഹംദുലില്ലാഹ് കാലാകാലം താമസിക്കുന്നവരുമാണ്. യാ അല്ലാഹ്, ആ ലിസ്റ്റിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒന്നാമത്തെ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറയുക എന്താണ്? അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. നമ്മുടെ MD നമ്മളോട് സൂചിപ്പിച്ചു, ഇതെല്ലാവരും മനഃപ്പാഠം ചെയ്യണം. ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു പറയുകയാണ്, ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളിലാണ്, അഥവാ ഹജ്ജിന്റെ മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഷവ്വാൽ, അടുത്തത് ദുൽഖഅദ്, പിന്നെ ദുൽഹിജ്ജ 9 മുമ്പായി ഹജ്ജിന്റെ മാസങ്ങളാണ്. എന്നിട്ട് അള്ളാഹു ആദ്യം പറയുന്ന വാക്ക് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ. ഈ മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല. സൃഷ്ടികളുമായുള്ള ബന്ധം നന്നാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മോശമായ പ്രവർത്തനങ്ങൾ, മോശമായ ചിന്തകൾ, മോശമായ സംസാരങ്ങൾ, തർക്കങ്ങൾ ഒന്നും പാടില്ല. ഒരു ഹാജിയുടെ ഹജ്ജ് കബൂലാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. മനസ്സ വാച കർമ്മണ, ആർക്കും നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകാനേ പാടില്ല. അത് ആര് മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്നോ അൽഹംദുലില്ലാഹ് അവന്റെ ഹജ്ജ് കബൂലാകാൻ കാരണമാണ്. ഓരോരോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഹജ്ജ് എന്ന് പറയുന്നത് 20-30 ലക്ഷം ആൾക്കാർ ഒരുമിച്ചുകൂടി ചെയ്യുന്ന ഒരു അമലാണ്. അതുമാത്രമല്ല, എല്ലാവരും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടി ചെയ്യുന്ന ഒരു അമലാണ്. അത് അറഫയിലായിരുന്നാലും, മിനയിലായിരുന്നാലും, മുസ്തലിഫയിലായിരുന്നാലും, മത്താഫിലായിരുന്നാലും, സഈന്റെ സ്ഥലത്തായിരുന്നാലും, സ്ത്രീ പുരുഷന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടി ചെയ്യുന്ന അമലുകളാണ്. ആ അമലുകളിൽ വീഴ്ചകൾ വരാതിരിക്കാൻ നമ്മൾ ആരെയും ഉപദ്രവിക്കരുത്. മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ആർക്കെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുന്ന ഹാജിമാരെ അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നവരെ, ഇഹ്റാം ചെയ്യുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ ഓതിയ ആയത്തിലും അള്ളാഹു അതാണ് പറയുന്നത്. ഇവിടെ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ അള്ളാഹു മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നത് വഅബ്ദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. അള്ളാഹുവിന്റെ കടമ, അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നു വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനൂബ് വസ്സാഹിബി ബിൽ ജംബ് വബിനിസ് സബീൽ വമാ മലക്കത് അയ്മാനുക്കും. നിങ്ങളുടെ മാതാപിതാക്കളുള്ള ബന്ധം നന്നാക്കണം, നിങ്ങളുടെ അയൽവാസികളോടുള്ള ബന്ധം നന്നാക്കണം, സാധുക്കളോടുള്ള ബന്ധം നന്നാക്കണം, നിങ്ങളുമായി സഹകരിക്കുന്നവരുണ്ടല്ലോ അവരോടുള്ള ബന്ധങ്ങൾ നന്നാക്കണം. അള്ളാഹു പറയാണ് വബിദിൽ ഖുർബ വൽ യതാമ. ബന്ധുമിത്രാദികളുണ്ട്, നമ്മുടെ ഭാര്യയുടെ ബന്ധുക്കൾ, അതേപോലെ വാപ്പയുടെ ബന്ധുക്കൾ, ഉമ്മയുടെ ബന്ധുക്കൾ, അതേപോലെ തന്നെ നമ്മുടെ മരുമക്കളുടെ ബന്ധുക്കൾ, എല്ലാവരോടും നിങ്ങളുടെ ബന്ധങ്ങൾ നന്നാക്കണം. ഹജ്ജിന് പോകുന്ന സമയത്തും പോയി കഴിഞ്ഞും പോകുന്നതിന് മുമ്പും ഒരു ഹാജിക്കുണ്ടാകേണ്ട ഏറ്റവും നല്ല ഗുണം
അവൻ്റെ ബന്ധങ്ങൾ നന്നാക്കലാണ്. ആരോടുള്ളതാണ്? മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സാധുക്കൾ, കൂടെ കഴിയുന്നവർ, വഴിയാത്രക്കാർ, എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറാൻ അള്ളാഹു എന്നോടും നിങ്ങളോടും പറയുകയാണ്. നല്ല നിലയിൽ പെരുമാറണം. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ചിന്തയോ ഒന്നും വരാൻ പാടില്ല. അതുപോലെ തന്നെ തർക്കങ്ങൾ പാടില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകണം. ഓരോന്നിനും വിശദീകരിക്കുന്നില്ല സഹോദരങ്ങളെ. നമ്മളെ ഓരോരുത്തരും മനസ്സിലാക്കി അമൽ ചെയ്യും. ആർക്കെങ്കിലും ആരോടെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള വിദ്വേഷമോ വെറുപ്പോ വൈരാഗ്യമോ ഏതെങ്കിലും നിലയിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുണ്ട് എങ്കിൽ, ഹജ്ജിന് പോകുന്നതിന് മുമ്പ് അതെല്ലാം നന്നാക്കി തീർക്കിൻ. ഒരു സലാം കൊണ്ടായിരുന്നാലും ശരി. ഇന്ന് അല്ലാഹു മൊബൈൽ ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്, വാട്സപ്പ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അല്ലെങ്കിൽ നമുക്ക് വാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്ത് അവരുടെ മുമ്പിൽ പോയി നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാഗത്തു നിന്ന വീഴ്ചകളെ സംബന്ധിച്ച് പറയും. ഇനി ലോകത്തുള്ള ആരെങ്കിലും നമ്മളോട് അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം നമ്മൾ മാപ്പ് കൊടുക്കിൻ അള്ളാഹുവിന് വേണ്ടി. അതാണ് നേരത്തെ ഓതിയ ആയത്ത്, വൽ കാലിമീന ഗൈർ. നമുക്ക് സഹിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങൾ നമ്മോട് അവർ കാണിച്ചിട്ടുണ്ട് എങ്കിലും, ദേഷ്യമുണ്ട് എങ്കിലും ആ ദേഷ്യം അടക്കി നിർത്തിക്കൊണ്ട് വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരായി മാറിൻ. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ എൻ്റെ സഹാബാക്കളെ, ഞാൻ നിങ്ങളെ അടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ ഞാൻ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് ലോകാനുഗ്രഹി കാരുണ്യത്തിൻ്റെ തിരുദൂതർ, ഒരു തെറ്റുപോലും ചെയ്യാത്ത സയ്യിദുനാ റസൂലുള്ളാഹി, ഖിയാമത്ത് നാൾ വരെ വരുന്ന തങ്ങളുടെ ഉമ്മത്തികൾക്കും മുഴുവൻ ജനങ്ങൾക്കും മാതൃകയാക്കിക്കൊണ്ട് സഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ്, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പാക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് നമ്മുടെ മാതൃക. ഹജ്ജിന് പോകുന്ന ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, ഏറ്റവും പ്രധാനമായും അവിടെ ചെന്ന് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് ദുആ ചെയ്യും. കാബം കാണുമ്പോൾ ദുആ ചെയ്യും, മതാഫിൽ ഇരുന്ന് ദുആ ചെയ്യും, അറഫയിൽ കരഞ്ഞ് ദുആ ചെയ്യും, മുസ്തലിഫയിലും ദുആ ചെയ്യും. എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ദുആയാണ് എങ്കിൽ, ആ ദുആ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അള്ളാഹുവെ എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറയുമ്പോൾ, നമ്മളോട് ആരെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള അക്രമങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് നമ്മൾ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നമ്മുടെ പാവങ്ങളും പുറത്തു തരാൻ തയ്യാറാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ നല്ല ഗുണം പരിശുദ്ധമായ ഖുർആന്റെ ആയത്തുകൾ ഓതിയില്ലേ, വല തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹള്ളിൻ അളീം. നമ്മൾ ക്ഷമിക്കിൻ, അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കിൻ. 6.5 ലക്ഷം രൂപ കൊടുത്ത് 38 ദിവസത്തോളം യാത്ര ചെയ്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി പോകുന്ന നമ്മുടെ സമയം വിലപ്പെട്ടതാണ്, അള്ളാഹു കബൂലാക്കണം. നമ്മുടെ പൈസയും വിലപ്പെട്ടതാണ്, അതും അള്ളാഹു കബൂലാക്കണം. നമ്മുടെ ആരോഗ്യം വിലപ്പെട്ടതാണ്, അതും അള്ളാഹു കബൂലാക്കണം. നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം തള്ളപ്പെടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ക്ലാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തവാഫ് ചെയ്യലല്ല, ഏറ്റവും പ്രധാനപ്പെട്ട അമല് സഈ ചെയ്യലല്ല, അറഫയിൽ ഒരുമിച്ച് കൂടലല്ല. എൻ്റെ സഹോദരങ്ങളെ, ഹജ്ജ് എന്ന് പറയുന്നത് ദുൽഹിജ്ജ 7 അല്ലെങ്കിൽ 8 അന്ന് നമ്മുടെ റൂമിൽ നിന്നും ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത് ദുൽഹിജ്ജ 9 അന്ന് നമ്മൾ അറഫയിലെത്തും. ആദ്യമേ 8 അന്ന് നമ്മൾ മിനയിലെത്തി. അവിടെ നിന്ന് രാത്രി 8 അന്ന് രാത്രിയോ അല്ലെങ്കിൽ 9 അന്ന് പകലോ നമ്മൾ അറഫയിലെത്തും. ദുൽഹിജ്ജ 9 അന്ന് അറഫയിലെത്തി. ദുൽഹിജ്ജ 9 രാത്രി അവിടെ നിന്നും മുസ്തലിഫിലേക്ക് വരുന്നു. അവിടെ നമ്മൾ രാപാർക്കുന്നു. ദുൽഹിജ്ജ 10 അന്ന് രാവിലെ
സൂര്യൻ ഉദിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും മിനയിലേക്ക് വരുന്നു. 10-ന്റെ അന്ന് ളുഹർ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ അല്ലെങ്കിൽ രാവിലെ മുതൽ തന്നെ നമ്മൾ കല്ലെറിയാൻ വേണ്ടി പോവുകയാണ്. ആ രാവിലെ മുതൽ കല്ലെറിയുന്നു. പിന്നെ 11, 12, 13 ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പോയി കല്ലെറിയുന്നു. അൽഹംദുലില്ലാഹ്, അത് കഴിഞ്ഞ് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ പോയി തവാഫും സഅയും ചെയ്യുന്നു. അതുപോലെ തന്നെ മുടിമുണ്ടനം ചെയ്യുന്നു. ഇതെല്ലാം ദുൽഹിജ്ജ 8-ന് ശേഷമുള്ള അമലുകളാണ്. ഇപ്പോൾ നമ്മുടെ അമൽ എന്താ? ഹജ്ജുമായി ബന്ധപ്പെട്ട നമ്മുടെ അമലുകൾ എന്താണെന്ന് ചോദിച്ചാൽ ബന്ധങ്ങൾ നന്നാക്കലാണ്. മാതാപിതാക്കളെ സന്ദർശിക്കിൻ. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ പൊരുത്തം വാങ്ങിൻ, അവർക്ക് ഖിദ്മത്തുകൾ ചെയ്യിൻ. മരിച്ചുപോയവരാണെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യിൻ. ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറിൻ, മക്കളോട് നല്ല നിലയിൽ പെരുമാറിൻ, അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറിൻ, കുടുംബാദികളോട് നല്ല നിലയിൽ പെരുമാറിൻ. ഈ സമയത്ത് ആരോടെങ്കിലും ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു തീർക്കുകയോ പറഞ്ഞു തീർക്കുകയോ ചെയ്യിൻ. ഇതാണ് ഒരു ഹാജി അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന ഹജ്ജുമ്മ ചെയ്യുന്ന ഏറ്റവും വലിയ അമല്. ഹജ്ജിന് മുമ്പ് ഹജ്ജ് ഫർളാണ്. ഹജ്ജിന് മുമ്പ് ഇക്കാര്യങ്ങൾ ചെയ്യലും ഫർളാണ്. ഹജ്ജ് മാത്രമല്ല ഫർള്, അതിന് മുമ്പ് ബന്ധങ്ങൾ നന്നാക്കി തീർക്കലും നിർബന്ധമായ കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ നല്ല ഗുണങ്ങൾ അല്ലാഹു പറയുന്ന എനിക്കും നമുക്കും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാ. നമ്മളെല്ലാവരും മരിച്ചു പോകുന്നവരാണ്. ആരും ഈ ലോകത്ത് കാലാകാലം ജീവിക്കുകയില്ല. നമ്മളെല്ലാവരും ബലഹീനരാണ്, മനുഷ്യരാണ്, പല നിലയിലുള്ള വീഴ്ചകൾ വന്നുപോയവരാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങി സൃഷ്ടികളോടുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കിൻ. രണ്ടാമത്തെ വിഷയം അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കലാണ്. സൃഷ്ടികളോടുള്ള ബന്ധങ്ങൾ നന്നാക്കിയതിന് ശേഷം അള്ളാഹുമായുള്ള ബന്ധമാണ് വളരെ ആവശ്യം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുമായുള്ള ബന്ധം എങ്ങനെയാണ് നന്നാക്കുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കൂടി അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കി തീർക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ അറിയുക, അതാണല്ലോ ഹജ്ജിൻ്റെ അമലുകളിൽ ഏറ്റവും പ്രധാനമായും. നമുക്ക് പറയൽ നിർബന്ധമായി ഒന്നും തന്നെ ഇല്ല എങ്കിലും ഏറ്റവും പ്രധാനമായി ഇഹ്റാം ചെയ്തത് മുതൽ ആ ഹജ്ജിൻ്റെ കല്ലെറിയുന്ന സമയം വരെയും നമ്മൾ പറയേണ്ട ഒരു വാക്കുണ്ട്, ഒരു ദിക്റുണ്ട്, ഒരു തൽബിയത്തുണ്ട്. അതെന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഹജ്ജിന്റെ ഇബാദത്തുകളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ് ഈ തൽബിയത്ത് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തസ്ബീഹും ദിക്റുമാണ് തൽബിയത്ത് എന്ന് പറയുന്നത്. ഒരു ഹാജി എന്താണ് ചെയ്യേണ്ടത്? ദുൽഹിജ്ജ 8-ന്റെ അന്ന് ഇഹ്റാം ചെയ്ത് നമ്മൾ മിനയിലേക്ക് പോകുന്നു. നമ്മൾ എന്താണ് അധികമായി പറയേണ്ടത്? തൽബിയത്ത്. അവിടെ നിന്ന് നമ്മൾ അറഫയിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ എന്താണ് പറയേണ്ടത്? തൽബിയത്തും അതേപോലെ കലിമത്തു ഷഹാദത്തുമാണ്, അതേപോലെ കലിമത്ത് തൗഹീദുമാണ്. അവിടെ നിന്ന് മുസ്തലിഫിലേക്ക് വരുന്നു, അവിടെയും തൽബിയത്ത് പറയുന്നു. അവിടെ നിന്ന് മിനയിലേക്ക് വരുന്നു, അവിടെയും തൽബിയത്ത് പറയുന്നു. അവിടെ നിന്ന് കല്ലെറിയാൻ വേണ്ടി പോകുന്നു, അവിടെയും തൽബിയത്ത് പറയുന്നു. നിസ്സാര കാര്യമാണോ സഹോദരങ്ങളെ? തൽബിയത്തിന്റെ വില മനസ്സിലാക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. അള്ളാഹുവേ, ഞാൻ കല്യാണത്തിന് മുമ്പ് വന്ന് ഹജ്ജ് ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നു, യാത്രാ സൗകര്യമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞു, മക്കളുടെ കല്യാണം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അല്ലാഹു ഇപ്പോഴാണ് വരുന്നത്. നീ എന്നെ വിളിച്ചത് എത്രയോ നാളുകൾക്ക് മുമ്പാണ്. സയ്യിദുനാ റസൂലുള്ളാഹിയുടെ ഹദീസ് പഠിപ്പിക്കുന്നത് നിങ്ങൾ കല്യാണത്തിന് മുമ്പ് ഹജ്ജ് ചെയ്യൂ. സഹോദരങ്ങൾ, അതെല്ലാം കഴിഞ്ഞു. അല്ലാഹു കൊറോണയിലൊന്നും അകപ്പെടുത്താതെ, മാരകമായ രോഗങ്ങൾ വന്ന് മരണപ്പെട്ടു പോകാതെ, സമ്പത്ത് നഷ്ടപ്പെടുത്തി കളയാതെ
ആരോഗ്യമില്ലാതാക്കി കളയാതെ, യാത്രാ സൗകര്യങ്ങൾക്ക് തടസ്സങ്ങളൊന്നും വരാതെ ഈ 2025 അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി വരാൻ സാധിച്ചു. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകി. ഒരു പ്രാവശ്യമല്ല. അല്ലാഹുവിന് വലിയ സന്തോഷമാണ്. അടിമ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിളിക്ക് ഉത്തരം നൽകി വരേണ്ട എൻ്റെ അടിമ അവൻ ദാ ഇപ്പോഴാണ് വന്നത്. പക്ഷെ അവൻ ഓരോ പ്രാവശ്യവും പറയുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകി, നിന്റെ വിളിക്ക് അല്ലാഹുവേ ഞാൻ ഉത്തരം നൽകി എന്ന് പറയുന്നതനുസരിച്ച് അല്ലാഹുവിന് സന്തോഷമാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. വഅൻ ഖല്ലാദ് ബിൻ സായിബ് അൻ അബീഹി ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാനി ജിബ്രീൽ, എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഫഅമറനി, എന്നോട് കൽപ്പിച്ചു, അൻ ആമുറ അസ്ഹാബി, എൻ്റെ സഹാബാക്കളോട് പറയാൻ, അൻ യർഫഉ അസ്വാതഹും ബിൽ ഇഹ്ലാലി വത്തൽബിയ, അവരുടെ ശബ്ദങ്ങൾ അവർ ഉയർത്തിക്കൊള്ളട്ടെ, ബിൽ ഇഹ്ലാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് ത്വയ്യിബ കൊണ്ടും, വൽ തൽബിയ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ആര് പറഞ്ഞു? അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ എന്നിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് എൻ്റെ സഹാബാക്കളോട് പറയാൻ അവരുടെ ശബ്ദങ്ങൾ ഉയർത്തിക്കൊള്ളട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികമായി ചെല്ലണം, തൽബിയത്തും അധികമായി ചെല്ലണം. ഒരു ഹാജിക്ക് വളരെ എളുപ്പമായി പറയാൻ പറ്റുന്ന 2 അമലുകളാണ്. ഒന്ന് തൽബിയത്ത്, മറ്റൊന്ന് ദിക്ർ സ്വലാത്തുകളാണ്. ഒന്ന് തൽബിയത്ത്, 2 ദിക്ർ സ്വലാത്ത്. അത് അധികമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി, അധികമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയാണ്, സഹാബാക്കളോട് പറയാൻ. അതുപോലെ നമ്മളും പറയാണ്, അൽ ഹറമൈനി ഗ്രൂപ്പിലെ എല്ലാവരും, സ്ത്രീകൾ ശബ്ദം കുറച്ചും പുരുഷന്മാർ ശബ്ദം ഉയർത്തിയും ഇൻഷാ അല്ലാഹ് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ കല്ലെറിയാൻ വേണ്ടി പോകുന്നത് വരെയും ഈ തൽബിയത്ത് അധികരിപ്പിക്കുകയും ഉറക്കെ ചെല്ലുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എന്ന നിലയ്ക്ക് ഒന്ന് ഉറക്കെ ചെല്ലുക എല്ലാവരും. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹു തൗഫീഖ് നൽകും. ഹറമിൽ വെച്ച് ചെല്ലാൻ, അറഫയിൽ വെച്ച് ചെല്ലാൻ, മിനയിൽ വെച്ച് ചെല്ലാൻ, മുസ്തലിഫയിൽ വെച്ച് ചെല്ലാൻ, ജംറകൾ എറിയാൻ വേണ്ടി പോകുന്ന സമയത്ത് ചെല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകും. നല്ല ആഫിയത്തും ആരോഗ്യവും വേണം. ഹജ്ജിന് എന്ന് പറയുമ്പോൾ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പലരും പല ടെൻഷനുകളാണ്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ. അൽഹംദുലില്ലാഹ് ഇന്ത്യയിൽ നിന്നല്ല, ഈ ലോകത്തുള്ള മുഴുവൻ ഡോക്ടർമാരുടെയും ഉയർന്ന ഡോക്ടറായ ഷാഫിയായ ഇവിടുത്തെ ഡോക്ടർമാർ ചികിത്സിച്ചാൽ ചിലപ്പോൾ ഭേദമാകും, ചിലപ്പോൾ ഡബിളായ അസുഖം കൂടും. ഇത് ഷാഫി എന്ന്, അള്ളാഹുവിൻ്റെ പേരെന്താണ്? ഡോക്ടർ തന്നെ ഷാഫി, ഷിഫ നൽകുന്നവൻ. അവിടെ ചികിത്സിച്ചിട്ട് ഷിഫ കിട്ടാതിരിക്കുകയില്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ യാത്രയിൽ ഷാഫിയായ അള്ളാഹ്, നമ്മൾ ദുആ ചെയ്യുമ്പോൾ യാ അല്ലാഹ് നീ ഷാഫിയാണ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ മുഴുവൻ രോഗങ്ങളും ഷിഫയാക്കുന്നവനാണ് അല്ലാഹ്. ഫിർഔൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, നിങ്ങളുടെ രക്ഷിതാവ് ആരാണ്?
അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്കീൻ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എൻ്റെ അല്ലാഹ് ഞാൻ രോഗിയായാൽ എന്നെ സുഖപ്പെടുത്തുന്നവനാണ്. ആരോട് പറഞ്ഞു കൊടുക്കുകയാണ്? ഫിർഔനോട് പറയുകയാണ്. അതുകൊണ്ട് ഈ യാത്രയിൽ നമ്മൾ പേരിന് വേണ്ടി എല്ലാ മരുന്നുകളും കയ്യിൽ കരുതിക്കൊള്ളണം. ലക്ഷ്യം അതല്ല. സാധാരണ നമ്മൾ പോകുമ്പോൾ രോഗികളായ ആരെല്ലാം ഉണ്ടോ അവർ ഇവിടെയുള്ള ഡോക്ടർമാരെ കണ്ട് അതിൻ്റെ മരുന്നുകളും അതിൻ്റെ ചീട്ടുകളെല്ലാം കയ്യിൽ വെച്ചിരിക്കണം. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലാഹുവേ ഇത്രയും നാളും ഇതെല്ലാം കഴിച്ച് നാടി നരമ്പുകളെല്ലാം ദ്രവിച്ച് വല്ലാത്ത അവസ്ഥയിലാണ്. അല്ലാഹുവേ നിൻ്റെ പരിശുദ്ധമായ പുണ്യഭൂമിയിലേക്ക് വരികയാണ്. അല്ലാഹു ഇതൊന്നും കഴിക്കാതെ തന്നെ എൻ്റെ മുഴുവൻ അസുഖങ്ങളും ശിഫയാക്കുന്നവനാണ് നീ. അതേപോലെ തന്നെ അവിടെ ഒരു വെള്ളമുണ്ട്, അതിൻ്റെ പേര് സംസം എന്നാണ്. അത് നിൻ്റെ ഹബീബിൻ്റെ പരിശുദ്ധമായ നാവിൽ കൂടി ഞങ്ങളെ അറിയിച്ചത്. ഏതൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ആ വെള്ളം കുടിക്കുന്നോ അല്ലാഹുവേ ആ ലക്ഷ്യം നീ പൂവണിയുമെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി. എനിക്ക് 2 ബ്ലോക്ക് ഉണ്ടായി, അല്ലെങ്കിൽ 3 ഉണ്ടായിരുന്നു. അതെല്ലാം ചികിത്സിച്ച് ഇപ്പോൾ ചെറിയൊരു മാറ്റങ്ങളുണ്ട്. അല്ലെങ്കിൽ ഡയാലിസ് അടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഷുഗറുണ്ട്, പ്രഷറുണ്ട്. നമ്മൾ മലയാളത്തിൽ തന്നെ അള്ളാഹുവിന് മുമ്പിൽ പറയണം. എന്നിട്ട് പറയണം, അല്ലാഹു എല്ലാം നീ ഷിഫയാക്കി തരണം, നീ ഷാഫിയാണ് അല്ലാഹുവേ, എൻ്റെ മുഴുവൻ രോഗങ്ങളും ഈ യാത്രയിൽ നീ ഷിഫയാക്കി തരണമെന്ന് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഹാജിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഹാജി ആർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു അവർക്ക് വേണ്ടിയുള്ള ദുആയും സ്വീകരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലേക്ക് മറ്റുള്ളവർ കടന്നു വരുന്ന എന്തിനു വേണ്ടിയാ? നമ്മൾ ആടിനെയും പോത്തിനെയും ഒക്കെ അറക്കൽ ചുരുക്കണം, എല്ലാവരെയും വിളിക്കണം. ആ വിളിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ച് ഒരു ഉസ്താദിനെ, പള്ളിയിലെ ഉസ്താദിനെ വിളിച്ച് ഒരു 15 മിനിറ്റ് ഹജ്ജിൻ്റെ ഗൗരവവും ഹജ്ജിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറയിപ്പിക്കണം. എന്നിട്ട് ചെറിയൊരു സൽക്കാരം, നമ്മുടെ സൽക്കാരം കണ്ട് അടുത്ത വീട്ടിലെ ഒരാൾ വിചാരിക്കരുത് 6.5 ലക്ഷം രൂപ ഹജ്ജിന് മുടക്കണം, അതേപോലെ 2 പോത്തിനെ വാങ്ങി നല്ലതുപോലെ നമ്മളൊരു സ്വീകരണം കൂടി നടത്തുമ്പോൾ 8.5 ലക്ഷം രൂപയാവും. അപ്പോൾ അത് എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് വിചാരിക്കാത്ത രീതിയിലായിരിക്കണം നമ്മളെ സൽക്കാരം. ചുരുങ്ങിയ രീതിയിൽ ബന്ധുമിത്രാദിയൊക്കെ ഒന്ന് വിളിച്ച് അവർക്ക് ചെറിയൊരു സൽക്കാരമൊക്കെ കൊടുത്ത് അവർ നമ്മളോട് എന്ത് ചെയ്യണം? ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. കാരണം ഹാജി ആർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യുന്നോ അവർക്ക് വേണ്ടിയും ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഒരു ഹാജിയും ഹജ്ജുമായും രോഗത്തിൻ്റെ വിഷയത്തിൽ പ്രയാസപ്പെടേണ്ട ആവശ്യമുണ്ടോ? നല്ല ഈമാൻ, അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഈ ബന്ധം നന്നായാൽ അൽഹംദുലില്ലാഹ് നമുക്കൊരു ടെൻഷൻ വരികയില്ല. ഒരടി നടക്കാൻ വയ്യാത്ത ഹാജിമാര് കഴിഞ്ഞ വർഷം 7 കിലോമീറ്റർ നടന്നാണ് കല്ലെറിയാൻ പോയത്. എത്ര കിലോമീറ്റർ? അങ്ങോട്ട് 7 കിലോമീറ്റർ, ഇങ്ങോട്ട് 7 കിലോ, 14 കിലോമീറ്റർ നടന്ന്. ഒരു ദിവസമല്ല. ദുൽഹിജ്ജ 10, ദുൽഹിജ്ജ 11, ദുൽഹിജ്ജ 12, ദുൽഹിജ്ജ 13. സാധാരണ വീട്ടിൻ്റെ മുമ്പിൽ ആട്ടോയോ കാറോ വന്നും അതിൽ കയറി പോയി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളിലെ ഉമ്മമാര് അല്ലെങ്കിൽ ഉപ്പമാരാണ് കല്ലെറിയാൻ വേണ്ടി എത്ര കിലോമീറ്റർ നടന്നത്? 14 കിലോമീറ്റർ. ഇതാര് നടത്തിയതാ? നമുക്ക് ആഫിയത്തും ആരോഗ്യം നൽകുന്നവൻ ആരാണ്? അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സലുല്ലാഹ അൽ ആഫിയ. എപ്പം ദുആ ചെയ്താലും അല്ലാഹു എനിക്ക് നീ ആരോഗ്യം നൽകണേ അല്ലാ, എനിക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്യാൻ സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ ഈ കാലിന് അല്ലാഹു എന്തെയും ആഫിയത്ത് നൽകും, ആരോഗ്യം നൽകും, എല്ലാം നൽകും. എൻ്റെ കാല് തന്നെ ഓപ്പറേഷൻ ചെയ്ത് വല്ലാത്ത കമ്പിയെല്ലാം ഇട്ട് കമ്പി എടുത്ത ഒരു കാലാണ്. ഞാനും കിലോമീറ്ററുകളോളം നടന്നു. വല്ല പ്രയാസം ഉണ്ടായിരുന്നു? അള്ളാഹു എളുപ്പമാക്കി തരും. അള്ളാഹു ആ ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാർ. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുമാറാകട്ടെ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. ദുആ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹു എന്നെ എളുപ്പമാക്കണേ അല്ലാ, ഒരു ബുദ്ധിമുട്ടും നീ വരുത്തല്ലേ അല്ലാ. ചുരുങ്ങിയ ദുആയാണ്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. അള്ളാഹുവെ ഞാനൊരു പാപിയാണ്,
അള്ളാഹു എനിക്ക് ഒന്നും അറിയില്ല, അള്ളാഹുവെ നമസ്കാരത്തെക്കുറിച്ച് അറിയില്ല, നോമ്പിനെക്കുറിച്ച് അറിയില്ല, ബന്ധങ്ങൾ നന്നാക്കുന്നതിനെ കുറിച്ച് അറിയില്ല, ഒന്നും അറിയില്ല, സാധുവായ ഒരു മനുഷ്യനാണ്. എൻ്റെ ഉള്ളിലുള്ള അവസ്ഥ അള്ളാഹു നീ മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു അതുകൊണ്ട് ഈ സാധുവിനെ നീ കൈവിടല്ലേ അല്ലാ. സാധാരണ നമ്മൾ പറയും, ഉസ്താദെ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, അൽ ഹറമൈനി ഗ്രൂപ്പിനെ മാത്രം നമ്മൾ എന്ത് ചെയ്ത് മുറുകെ പിടിക്കരുത്. ഞാൻ പറഞ്ഞത് അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് നിങ്ങളുടെ ഹജ്ജിന് ഒരു കാരണമാണ്. നിങ്ങളെ കൊണ്ടുപോകുന്നവൻ ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹു നമ്മളെ കൈവിടുകയില്ല. നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ അതിഥികളായി അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ലക്ഷോപലക്ഷം ആൾക്കാരുടെ കൂട്ടത്തിൽ. ആ അള്ളാഹുമായുള്ള ബന്ധം നമ്മൾ നന്നാക്കി തീർത്താൽ ഇൻഷാ അല്ലാഹ് ഒരു ബുദ്ധിമുട്ടും അള്ളാഹു നിങ്ങൾക്ക് വരികയില്ല. എല്ലാ ബുദ്ധിമുട്ടുകളും സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നിങ്ങൾക്ക് നൽകും. അള്ളാഹു തൗഫീക്ക് നൽകുമാർ. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആരും ഒരു ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാൽ മുന്തിച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, എന്താ നമ്മൾ പറഞ്ഞിറങ്ങുന്ന? അത് മതി. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അൽഹംദുലില്ലാ, 100% നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുൽ ഏൽപ്പിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മുടെ ബിസിനസ്, നമ്മുടെ മക്കൾ, നമ്മുടെ സ്ഥാപനം, നമ്മളെ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ എല്ലാം അള്ളാഹുവിനെ പരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ യാത്ര പുറപ്പെടുകയാണ്. പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നും പേടിക്കേണ്ട. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ദുആ പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിൻ. ആയത്തിൽ കുർസിയും ലി ഈലാഫി ഖുറൈശും കൂടി ഓതിക്കോ. എന്താണ് ആയത്തിൽ കുർസിയും? ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും വരികയില്ല. എല്ലാം അള്ളാഹു ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും. അള്ളാഹുവെ ആ ലിസ്റ്റിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹു. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ഇന്ന് നമ്മൾ കാബത്തിൻ്റെ അടുക്കൽ ചെന്നാൽ കാബവുമായുള്ള ബന്ധമില്ല. ഹാജിമാരും ഹജ്ജുമ്മമാരും അധിക സമയം റൂമിൽ ഇരുന്ന് സമയം കളയും. എന്നിട്ട് ടി വി ഓണാക്കും. ടി വി ഓണാക്കുമ്പോൾ തവാഫ് നടന്നുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു വലിയ തിരക്കാണത്. ശൈത്താൻ വന്നിട്ട് പറയും, ഇപ്പോഴൊന്നും പോകല്ലേ, ഇതാ കണ്ടില്ലേ, മണ്ണ് നുള്ളിയിട്ടാൽ തറയിൽ വീഴുകയില്ല, അത്ര തിരക്ക്. എവിടെ നിന്നുകൊണ്ട് പറയാ? റൂമിൽ കിടന്ന് നല്ല AC റൂമിൽ ബെഡിൽ ഇരുന്നുകൊണ്ട് പറയാണ്, ടി വി കണ്ടുകൊണ്ട്. കാരണം എല്ലാ റൂമിലും ടി വി വെച്ചിട്ടുണ്ട്. അത് കാണേണ്ട നിർബന്ധമൊന്നുമില്ല. എന്നാലും ചില ആൾക്കാർ അങ്ങ് നോക്കിക്കൊണ്ടിരുന്നിട്ട് അങ്ങനെ ലോഹറിനും പോവില്ല, അസറിനും പോവില്ല. മഗ്‌രിബിന് ചായ എല്ലാം കുടിച്ചിട്ട് നമുക്കൊരു വിസിറ്റിംഗ് പോലെ ഒന്ന് കറങ്ങിയിട്ട് വരാടെ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതിലൊന്നും അകപ്പെട്ടു പോകരുത്. നമ്മുടെ കണക്ഷൻ റൂമുമായിട്ടുള്ള കണക്ഷനല്ല. നമ്മുടെ കണക്ഷൻ എവിടെയുമായിരിക്കണം? കാബയുമായി, അള്ളാഹുമായുള്ള കണക്ഷൻ. എപ്പോഴും തവാഫ് ചെയ്യാനുള്ള ചിന്ത, എപ്പോഴും കാബത്തിനെ പോയി നോക്കിക്കൊണ്ടിരിക്കുന്ന ചിന്ത. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഅബ ഷരീഫിനെ ആര് നോക്കിക്കൊണ്ടിരിക്കുന്നു, അള്ളാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെയാ. ആ നോക്കിക്കൊണ്ടിരിക്കുന്നവരുടെ മേൽ അള്ളാഹു 120 റഹ്മത്ത് ഇറക്കി കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിൽ അവിടെ നമസ്കരിക്കുന്നവർക്ക് പ്രത്യേകമായി, നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേകമായി, തവാഫ് ചെയ്യുന്നവർക്ക് പ്രത്യേകമായി. തവാഫ് ചെയ്യുന്നവർക്ക് 60 റഹ്മത്ത്, നമസ്കരിക്കുന്നവർക്ക് 40 റഹ്മത്ത്, നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് 20 റഹ്മത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റൂമിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നാൽ ഒന്നും കിട്ടത്തില്ല, സമയങ്ങളെല്ലാം പാഴായിപ്പോവും. ഹാജിയാരെ എത്ര ഉംറ ചെയ്ത്? ഒരെണ്ണം ചെയ്ത്, ഇനി ഒന്നുകൂടെ ഒന്ന് നോക്കണം. അല്ലെങ്കിൽ തവാഫ് എത്ര ചെയ്ത്? ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ നല്ല നല്ല ഉദ്ദേശങ്ങൾ, നീയത്തുകൾ മനസ്സിൽ വെക്കണം. അള്ളാഹുവെ, നിന്റെ പരിശുദ്ധമായ കാബാലയത്തിലേക്കാണ് ഞാൻ വരുന്നത്. അള്ളാഹുവെ, അതുകൊണ്ട് അധികമായി തവാഫ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ. ഖുർആൻ ഓതാനുള്ള തൗഫീക്ക് നൽകണേ. തൽബിയത്ത് വർദ്ധിപ്പിക്കാനുള്ള തൗഫീക്ക് നൽകണേ. ദിക്ർ അധികരിപ്പിക്കാനുള്ള തൗഫീക്ക് എന്നുള്ള ദുആയോടുകൂടി പോകണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകണം.
അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. അള്ളാഹുമായുള്ള ബന്ധം നമ്മൾ ഊട്ടി ഉറപ്പിക്കുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് തൽബിയത്താണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അള്ളാഹുവെ, നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകി. വർഷങ്ങളായി ഞാൻ വരാതെ പിന്തിച്ച് ഇപ്പോൾ ഇവിടെ വരാൻ തൗഫീഖ് നൽകി. എന്നിട്ട് പറയാണ് ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കേതാ? അള്ളാഹുവെ, നിനക്കൊരു പങ്കുകാരനുമില്ല. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. വഅൻ സഹൽ ബിൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു ദുആഇ ദുആഉ അറഫ വ ഖൈറു മാ ഖുൽതു വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വ ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അറഫയിൽ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാരും ചെയ്ത ദിക്ർ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ആരുമില്ല, അവൻ ഏകനാണ്. ലാ ശരീക ല, അവനൊരു പങ്കുകാരനുമില്ല. എൻ്റെ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, ഹജ്ജിന് വേണ്ടി പോകുന്ന അള്ളാഹുവിൻ്റെ ളുയൂഫുർ റഹ്മാനായ അതിഥികളെ, നിങ്ങൾ അധിക സമയം ഈ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കിൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വ ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ദിക്ർ ചെല്ലുമ്പോഴും തൽബിയത്ത് ചെല്ലുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ സലാത്തും കൂടെ കേട്ടിൻ അൽഹംദുലില്ലാഹ് പൂർണ്ണമാവും. അള്ളാഹു തൗഫീഖ് നൽകുമാറാണ്. അള്ളാഹുവിന് നമ്മളെ അമലുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടണമല്ലോ. അതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. സൃഷ്ടികളോടുള്ള ബന്ധം നന്നാക്കി രണ്ടാമത് അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കലാണ്. അതിലാണ് ഏറ്റവും കൂടുതലായി തൽബിയത്ത് വർദ്ധിപ്പിക്കാൻ. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വഅൻ സഹൽ ബിൻ സഅദ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യുലബ്ബി ഇല്ലാ ലബ്ബ മൻ അൻ യമീനിഹി വ ശിമാലിഹി മിൻ ഹജറിൻ ഔ ഷജറിൻ ഔ മദറിൻ ഹത്താ തൻഖതി അൽ അർളു മിൻ ഹാഹുന വ ഹാഹുന റവാഹു തിർമിദി. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ഹാജി ലബ്ബൈക്ക് പറഞ്ഞാൽ അവൻ്റെ വലതുഭാഗത്തുള്ള ഇടതുഭാഗത്തുള്ള മുഴുവൻ വസ്തുക്കളും അവൻ്റെ കൂട്ടത്തിൽ തൽബിയത്ത് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാ കല്ലുകളും എല്ലാ വൃക്ഷങ്ങളും എല്ലാ മണൽത്തരികൾ വരെയും നമ്മുടെ സൗദിയെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ഭാഗങ്ങളിലുള്ള എല്ലാ വൃക്ഷവും എല്ലാ കല്ലും എല്ലാ മണൽത്തരികളും അവൻ്റെ തൽബിയത്തിനോടൊപ്പം തൽബിയത്ത് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത്ര വലിയ കാര്യമാണ്. ഓരോ തൽബിയത്തിനും 1,00,000 തൽബിയത്ത് ചൊല്ലിയ പ്രതിഫലം. കൂലി എങ്ങനെയാണ്? 1,00,000. ഒരു ദിക്ർ ചൊല്ലിയാൽ 1,00,000 ദിക്ർ. ഒരു റക്കാത്ത് നമസ്കരിച്ചാൽ 1,00,000 റക്കാത്ത് നമസ്കരിച്ച പ്രതിഫലം. ഒരു സലാത്ത് ചൊല്ലിയാൽ 1,00,000 സലാത്ത് ചൊല്ലിയ പ്രതിഫലം. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായും എനിക്ക് പറയാനുള്ളത് നമ്മൾ അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കുക. രണ്ടാമതായി നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഒറ്റയായി പോയെന്ന് ആരും പറയരുത്. സാധാരണ പറയും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന്. ഇല്ല, നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട്? അള്ളാഹ്. ആ ഒരു ചിന്ത ഓരോ ഹാജിമാർക്കും ഉണ്ടാകണം. അള്ളാഹു വിളിച്ചിട്ട് നമ്മൾ പോയല്ലേ, ലോകത്തുള്ള എല്ലാവരും നമ്മളെ കൂട്ടത്തിലുണ്ട്, അള്ളാഹു ഇല്ലെങ്കിലോ പോയി, എല്ലാ കാര്യങ്ങളും പോയി. അപ്പോൾ നമ്മൾ വിളിച്ച ആളാരാ? അള്ളാഹുവാണ്. ആ വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള ചിന്ത. ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹായെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ മക്കയിൽ കൊണ്ടുവന്ന് മതാഫിൽ കൊണ്ടുവന്ന് കഅബത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ആക്കി. എന്നിട്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര പുറപ്പെടുകയാണ്. ആ സമയത്ത് ഹാജിർ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, അല്ല എൻ്റെ ഭർത്താവെ, എങ്ങോട്ടാ പോകുന്നത്? എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ടാണോ പോകുന്നത്? ഇവിടെ ആരും ഇല്ലല്ലോ. ഉടനെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഇവിടെയാക്കാൻ.
എങ്കിൽ അള്ളാഹു എന്നെ പാഴാക്കുകയില്ല എന്ന് ഹാജിർ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയുണ്ടായി. തൻ്റെ കൂട്ടത്തിൽ പാല് കുടിക്കുന്ന കുഞ്ഞ്, അല്പം പോലും ഭക്ഷണം പോലും ഇല്ല, വെള്ളം പോലും ഇല്ല. ആ സ്ഥലത്താണ് അള്ളാഹു സുബ്ഹാനഹു തആല സംസം വെള്ളം കൊടുത്തത്. ആർക്ക്? ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്കും മകൻ ഇസ്മായിൽ നബിക്കും. എന്നിട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും ഹാജിമാർക്കും ആമിരീങ്ങൾക്കും അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ആരും ഒറ്റപ്പെട്ടവരല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉണ്ട്. മുമ്പൊരു മഹദി കഴിഞ്ഞു പോയിട്ടുണ്ട്, അവിടെ രൂപം കറുത്ത ഒരു പെണ്ണായിരുന്നു. അങ്ങനെയുള്ള ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അള്ളാഹു കൊടുത്ത വെള്ളമാണ്, സഹായിച്ചതാണ്. ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും കുടിക്കാൻ കൊടുത്തു. ഇതേപോലെ നിങ്ങളെ അള്ളാഹു സഹായിക്കും. നിങ്ങളെ ആര് സഹായിക്കും? ചിലർ പറയും, റൂമിൽ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള 2 പേരുണ്ട്, അവരെയും കൂടി നാക്കണം, ഞാൻ ഒറ്റയായി പോകരുത്. വലിയ പ്രശ്നങ്ങളാണ്, വലിയ പ്രശ്നങ്ങളാണ്. ഏതൊരു റൂമിൽ കുടുംബക്കാരും ബന്ധുക്കളും ഒരുമിച്ചുണ്ടോ ആ റൂമിൽ കലഹങ്ങൾ ഉണ്ടാവും, ആ റൂമിൽ ഫിത്ന ഫസാദുകൾ ഉണ്ടാവും, ആ റൂമിൽ നാട്ടുകാര്യങ്ങൾ വർദ്ധിക്കും. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞാലും മനസ്സിലായില്ലേ? അവിടെ ചെന്ന് അമീറന്മാർ നിങ്ങൾക്ക് ഏതൊരു റൂം തരുന്നോ ആ റൂമിൽ ആരെല്ലാം ഉണ്ടോ, അൽഹംദുലില്ലാ, നമ്മൾ പറയാതെ നമ്മളെ റൂമിൽ നമ്മുടെ അയൽവാസികൾ വന്നു അല്ലെങ്കിൽ ആരെങ്കിലും വന്നു, അൽഹംദുലില്ലാ, സന്തോഷം. ഇവിടുന്നേ ബുക്ക് ചെയ്ത് പോകരുത്, നിങ്ങൾ എൻ്റെ റൂമിലായിരിക്കണം, ഞാൻ നിങ്ങളുടെ റൂമിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, ഇനി ഒരു ആഫിയത്തും ആരോഗ്യം ഇല്ലാത്ത ഒരു ഉപ്പുപ്പ നമ്മളൊരാൾക്ക് പറയണം, മോനെ നീ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകണേ, നിനക്കൊന്ന് സഹായിക്കാൻ, അള്ളാഹു നിനക്ക് കൂലി തരും, അത് വേറെ കാര്യം. അതല്ലാതെ പലരും, പ്രത്യേകിച്ച് ഹജ്ജിന് വരുന്ന സ്ത്രീകളും പുരുഷന്മാരും എല്ലാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ അതിഥികളായി പോകുന്ന നമ്മൾക്ക് നമ്മുടെ കൂട്ടത്തിൽ ആര് വന്നാലും അള്ളാഹുവിൻ്റെ സഹായം. നിങ്ങൾ അതല്ലാതെ മറിച്ച് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്ത അൽ ഹറമൈനി ഗ്രൂപ്പാണ്, കുഴപ്പമില്ല, അവർ നമ്മളെ എന്ത് ചെയ്തോളും, കാത്തുകൊള്ളും, വിഷയമാണ്. അതേപോലെ തന്നെ അമീർ കുഴപ്പമില്ല, വിഷയമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. അള്ളാഹുവെ അൽ ഹറമൈനി ഗ്രൂപ്പിനും ഉസ്താദന്മാർക്കുമൊക്കെ നല്ലതുപോലെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അള്ളാഹുവെ. അള്ളാഹു നീ ഞങ്ങൾ ആരെയും കൈവിടല്ലേ അല്ലാ എന്നുള്ള ദുആ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മക്കയിൽ വെച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, അള്ളാഹു എന്നെ പാഴാക്കുകയില്ല എന്ന്. അള്ളാഹു പാഴാക്കിയോ? ഇല്ല, അള്ളാഹു സഹായിച്ചു. ഇപ്പോഴും നമ്മൾ ഹാജിർ ബീവി സഫ മർവയിൽ ഓടുന്ന ഓട്ടം പുരുഷന്മാർ ഓടുകയാണ്, സ്ത്രീകൾ ഓടേണ്ട ആവശ്യമുണ്ടോ? അവർക്കെല്ലാവർക്കും വേണ്ടി ആ ഉമ്മ ഓടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓടണം പുരുഷന്മാർ. അൽഹംദുലില്ലാ, അവിടെ നമുക്ക് കാണാൻ കഴിയും, സംസം കാണാൻ കഴിയും. അത് കുടിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹായുടെ ചരിത്രം ഓർമ്മ വരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനെ അറുക്കാൻ പോയ സമയം നമുക്ക് ഓർമ്മ വരണം. ഇസ്മായിൽ നബിയെ അറുക്കാൻ പോകുന്ന സമയത്ത് ഇസ്മായിൽ നബി പറഞ്ഞ എന്താ? അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ വാപ്പ അത് നിർവഹിച്ചു കൊള്ളിൻ, ഞാൻ അതിനെ അംഗീകരിക്കുന്നു എന്ന് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കൽപ്പന അനുസരിക്കാൻ തയ്യാറായി. അള്ളാഹു മകനെ അറുക്കാനുള്ള അവസരം കൊടുത്തില്ല, അള്ളാഹു ഒരു ആടിനെ അറുക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അൽഹംദുലില്ലാ നിയത്ത് ചെയ്യേണ്ടത് 2 കാര്യമാണ്. അള്ളാഹുവേ, ഈ യാത്രയിൽ നിന്റെ പൊരുത്തം, നിന്റെ തൃപ്തി, നീയുമായുള്ള ബന്ധം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹു നിന്നെ മനസ്സിലാക്കാൻ, ആ ഹബീബിനെ മുറുകെ പിടിക്കാൻ, അള്ളാഹു സൃഷ്ടികളോടുള്ള നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ എന്നുള്ള നിയത്തോടു കൂടി ഇൻഷാ അല്ലാഹ് പുറപ്പെടിൻ. നമ്മൾ ഹജ്ജ് മബ്റൂറാവും. അൽ ഹജ്ജുൽ മബ്റൂർ, സ്വീകാര്യമായ ഹജ്ജ്. ഈ ഹജ്ജിൻ്റെ കൂട്ടത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മബ്റൂർ എന്നൊരു വാക്ക് ചേർത്തു. എന്താണ് അർത്ഥം? ലാ ഇസ്മ ഫീഹി, അതിൽ ഒരു തെറ്റും കടന്നു വന്നിട്ടില്ല. ഹജ്ജിൻ്റെ കൂട്ടത്തിൽ എന്ത് വന്നിട്ടില്ല? ഒരു തെറ്റും കടന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെയും ഒരു ചീത്ത വിളിച്ചില്ല, ആരെയും ആക്ഷേപിച്ചില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആരുമായി തർക്കിക്കാനും പോയില്ല. ഈ തർക്കം അള്ളാഹു എടുത്തു പറഞ്ഞതേ, പ്രത്യേകിച്ച് ഇപ്പോൾ സാമ്പത്തിക വലിയ വിഷയമാണ്.
നമ്മൾ തന്നെ ഗ്രൂപ്പിൽ 2 ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. 55-ൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, 65-ൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അവിടെ ചെല്ലുമ്പോൾ 55-കാർക്ക് ഇച്ചിരി സൗകര്യം കിട്ടുമ്പോൾ അടുത്ത ആൾ ഞങ്ങൾ 65, ഞങ്ങൾ 6,50,000 രൂപ തന്നിട്ട് ഞങ്ങളെ സൗകര്യം 5,50,000 തന്നവർക്കും കൊടുത്തല്ലോ. അതെന്തൊരു പരിപാടിയാണ്? മനസ്സിലായി? തർക്കത്തിൻ്റെ മാർഗങ്ങൾ ധാരാളമുണ്ട്. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും. അള്ളാഹു ഈ ഹജ്ജിൻ്റെ സമയത്തിൽ തർക്കം എന്താ പറയാൻ കാരണം? ചിലർ കൈ പൊക്കി കെട്ടും, ചിലർ നെഞ്ചിൻ്റെ മുകളിൽ കെട്ടും, ചിലർ പൊക്കളിൻ്റെ താഴെ കെട്ടും, ചിലർ കെട്ടത്തില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മളവിടെ എന്തിന് നിസ്കാരോടെ ഇത് കൈ കെട്ടാതെ നിസ്കരിക്കുന്നത്? തർക്കം പാടില്ല അവിടെ. അത്തയ്യാത്തിൽ സലാം വിട്ടും നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് സലാം വിട്ടു. നമ്മൾ അടുത്തിരുന്ന ഒരാൾ തൊടയിൽ 2 അടി. നമ്മൾ പറഞ്ഞില്ല നിങ്ങളെ നിസ്കാരം ബാത്തിലായി. തൊടയിൽ അടിച്ച നിസ്കാരം സലാം വീട്ട് അവർ തമ്മിൽ തർക്കിച്ച് പാടുണ്ടോ? ഇല്ല. തവാബ് ചെയ്യുമ്പോൾ സ്ത്രീകളെ തൊട്ടാൽ ഒളു മുറിയും, തൊടാതിരുന്നാൽ ഒളു മുറിയില്ല. തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? നിങ്ങൾ എത്ര രൂപയാണ് ഹജ്ജിന് കൊടുത്തത്, ഞാൻ എത്ര രൂപയാണ് ഹജ്ജിന് കൊടുത്തത്, നിങ്ങൾക്ക് എത്ര ദിവസം, എനിക്ക് എത്ര ദിവസം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആഹാരം, എനിക്ക് എന്തൊക്കെയാണ് ആഹാരം, നിങ്ങളുടെ റൂം എവിടെയായിരുന്നു, കെട്ടിടം എങ്ങനെയുണ്ട്, 5 സ്റ്റാർ ആണോ 3 സ്റ്റാർ ആണോ? അവിടെയും തർക്കം. അള്ളാഹു കരുണയുള്ളവനാണ്. നമ്മുടെ അമലുകൾ പാഴാകാതിരിക്കാൻ വേണ്ടി അള്ളാഹു ഹജ്ജിൻ്റെ വിഷയത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഫലാ റഫസ വലാ ഫുസൂക വലാ ജിദാല. എന്ത് പാടില്ല? തർക്കം. അള്ളാഹു ചിന്തിക്കാൻ തൗഫീക്ക് നൽകുമാർ. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. നമ്മൾ ആരുമായിട്ട് ഇബാദത്തിൻ്റെ വിഷയത്തിലും തർക്കിക്കരുത്. അതേപോലെ തന്നെ മറ്റ് നമ്മുടെ ആവശ്യങ്ങളുടെ വിഷയങ്ങളിൽ എന്ത് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കിക്കാനുണ്ടെങ്കിൽ അമീറുമാരോട് തർക്കിക്കും. ആരോട് തർക്കിക്കണം? അമീറന്മാരോട് തർക്കിച്ച കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. അല്ലാത്ത ഒരുപാട് തർക്കിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? തർക്കിക്കേണ്ടത് എങ്ങനെയാ? ഉസ്താദ് ഇന്ന കാര്യങ്ങളും കൊണ്ട് സംശയങ്ങളുണ്ട്, അതിൻ്റെ മറുപടി എന്താ? ഉസ്താദ്മാർ പറഞ്ഞു തരും. ഈ ഹജ്ജിൻ്റെ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂട്ടത്തിൽ സ്ത്രീകൾക്ക് സയ്യിദത്ത് ഹനീനത്തുൻ നിസ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് സ്ത്രീകളുടെ സംശയ നിവാരണമെല്ലാം ആ മഹദിയോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. റസൂലുള്ളാഹിയുടെ കുടുംബത്തിൽപ്പെട്ട സയ്യിദത്ത് കുടുംബത്തിൽപ്പെട്ടതാണ്. അതാണ് സ്ത്രീകളുടെ അമീർ. അൽഹംദുലില്ലാഹ്. നമ്മുടെ പുരുഷന്മാർക്ക് അമീർ ധാരാളം പേരുണ്ട്. ഒരാൾ മാത്രമാണോ? ധാരാളം പേരുണ്ട്. നിങ്ങൾക്കും എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഇബാദത്തിൻ്റെ വിഷയമായിരുന്നാലും അതല്ല നിങ്ങളുടെ റൂമിൻ്റെ ആകട്ടെ, ബാത്റൂമിൻ്റെ ആകട്ടെ, ഭക്ഷണത്തിൻ്റെ ആവട്ടെ, യാത്രയുടെ ആവട്ടെ, എന്ത് വിഷയമുണ്ടെങ്കിൽ അവരുമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്തത്. അതല്ലാതെ നമ്മുടെ അമലുകൾ ബാത്തിലാകാതെ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാണ്. അപ്പോൾ രണ്ടാമത്തെ വിഷയം അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കി തീർക്കാൻ തൽബിയത്ത് വർദ്ധിപ്പിക്കുക, ദിക്ർ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു കരുണയുള്ളവനാണ്. അള്ളാഹു നമ്മളെ കൈവിടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള ചിന്ത എല്ലാം ഓരോരുത്തരും മനസ്സിൽ വെക്കണം. അൽ ഹറമൈനി ഗ്രൂപ്പോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ വന്നവരോ അല്ലെങ്കിൽ മറ്റുള്ള അവരെ നമ്മൾ കാരണക്കാരായി മാത്രം വെക്കണം. അവരെ നമ്മൾ ലക്ഷ്യം വെക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽഹംദുലില്ലാഹ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ ഫർദുകൾ 5 മാത്രമേ ഉള്ളൂ. എത്രയേ ഉള്ളൂ? ഒന്ന് ഇഹ്റാം. നല്ലതുപോലെ കുളിച്ച് വൃത്തിയായി മക്കയിൽ വെച്ച് നമ്മൾ ദുൽഹിജ്ജ 7-ൻ്റെ അന്ന് രാത്രി ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യും. എവിടെ വെച്ചാണ്? ദുൽഹിജ്ജ 7-ൻ്റെ അന്ന് രാത്രി കുളിച്ച് നല്ല വൃത്തിയായി ഹജ്ജിന് വേണ്ടി നമ്മൾ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഒരു മുണ്ട് ധരിക്കുക, ഒരു മേൽമുണ്ട് പുതയ്ക്കുക. സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങൾ മറയ്ക്കുക. എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നമ്മൾ പറയണം നവൈത്തുൽ ഹജ്ജ എന്ന് പറഞ്ഞ് വ അഹറംതു ബിഹി ലില്ലാഹി തആല. ഇത് പറഞ്ഞ ഉടനെ 3 പ്രാവശ്യം തൽബിയത്ത് പറയണം. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്ത്. അത് കഴിഞ്ഞ് അള്ളാഹുവിനോട് ദുആ. അവിടെ ഇരുന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് റൂമിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരണം. അങ്ങോട്ട് ഇറങ്ങി വരണം. എവിടെ പോകാനാ? മിനയിലേക്ക് പോകണം. മിനയിലേക്ക്. ദുൽഹിജ്ജ 7-ൻ്റെ അന്ന് രാത്രി നമ്മൾ പോകുന്നത് എവിടെയാണ്?
മിനയിലേക്ക് പോകുന്നത് നടന്നല്ല, ബസ്സിലാണ് പോകുന്നത്. ആ ബസ്സിൽ പോകാൻ വേണ്ടി നമ്മൾ താഴോട്ട് വന്ന് കാത്തു നിൽക്കണം. ബസ് കാത്തു നിൽക്കുമ്പോൾ ബസ് വരും. ആ ബസ് വരുമ്പോൾ ബന്ധങ്ങൾ നന്നാക്കണം എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ സഹോദരങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് അവരെ നമ്മൾ കയറ്റിയിരുത്താൻ വേണ്ടി സഹായിച്ചു കൊടുക്കണം. നിങ്ങൾ കയറി, നിങ്ങൾ കയറി. അപ്പോൾ അവർ പറയും നിങ്ങൾ കയറി, നിങ്ങൾ കയറി. എത്ര വലിയ സന്തോഷം. നമ്മൾ അവർക്ക് വേണ്ടി മുൻതൂക്കം കൊടുത്തപ്പോൾ അവർ നമ്മളെ എന്ത് ചെയ്തു? അള്ളാഹുവിന് വലിയ സന്തോഷമാണ്. നമ്മൾ ഇങ്ങോട്ട് വന്ന് ബസ് വന്ന് ഡോറ് തുറന്നില്ല, അതിന് മുമ്പ് ഇടിച്ച് അങ്ങ് കയറി ഒരാളെ വലിച്ചവിടെ ഇട്ട് ഈ പല റവസ വല ഫുസൂക്കളുടെ എഫക്റ്റ് മനസ്സിലാവുന്ന അവിടെയാണ്. ഇതെല്ലാം കേട്ടങ്ങ് ഇരിക്കും. ആ സമയത്ത് ശൈത്താൻ വരും. ആദ്യത്തെ മുൻ സീറ്റ് പിടിക്കാനും അല്ലെങ്കിൽ സീറ്റ് പിടിക്കാനുള്ള തർക്കങ്ങളായിരിക്കും. ലാസ്റ്റ് കസേര കളി പോലെയുള്ള ആദ്യം സീറ്റ് പിടിക്കും. ചിലപ്പോൾ ഒരു സീറ്റ് 2 പേർക്കായിരിക്കും. പിന്നെ ഒരാൾ എഴുന്നേക്കത്തില്ല, ഒരാൾ അവിടെ ഇരിക്കും. അതൊന്നും പാടില്ല. നിങ്ങൾ ഇരിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ മാറിയിട്ട് നമ്മളെ ഇരുത്തും. അൽഹംദുലില്ലാ സീറ്റ് നമ്മൾ ഇരുന്നു, അൽഹംദുലില്ലാ സീറ്റ് കിട്ടിയാൽ അൽഹംദുലില്ലാ, സീറ്റ് കിട്ടിയില്ലെങ്കിലോ എന്താ പറയണം? അൽഹംദുലില്ലാ. അദ്ദേഹം 65 മുടക്കി വന്നു, ഞാനും 65. അദ്ദേഹത്തിൻ്റെ സീറ്റ്, എനിക്ക് സീറ്റില്ല. പാടില്ല, തർക്കം പാടില്ല. അൽഹംദുലില്ലാ നമ്മൾ ഇരുന്നു. നമ്മൾ അങ്ങനെ പോയി അവിടെ നിന്ന് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നേരെ മിനയിലെത്തും. മിനയിലെത്തുമ്പോൾ നമ്മൾ അവിടെ കാണുമ്പോൾ തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വലത് കാൽ വെച്ച് മിനയിൽ ഇറങ്ങുക. വലത് കാൽ വെച്ച് എന്നിട്ട് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് റൂമിലോട്ട് പോകുക. തമ്പിലേക്ക് പോകുക. തമ്പിലേക്ക് ചെല്ലുമ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ഇതുവരെയും നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ട് ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഇത്രയും പേർക്കും ചെറിയ ഇതിൻ്റെ പകുതിയോളം അള്ളാഹു വിശാലമാക്കി തരുമാറാകട്ടെ തമ്പുകളായിരിക്കും. ഇത്രയും നാൾ നമ്മൾ ഓരോ കട്ടിലും ഓരോ തലങ്ങണി ഓരോ മെത്ത 4 പേർക്ക് 5 പേർക്ക് ഒരു ബാത്റൂം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അടുപ്പിച്ച് മെത്തകൾ ഇട്ടേക്കുന്നു, തലകണിയെല്ലാം അടുപ്പിച്ച് വെച്ചിരിക്കുന്നു, ബാത്റൂം വാങ്ങി നിരന്ന് വെച്ചിരിക്കുന്നു. ഇത് കണ്ട ഉടനെ നമ്മൾ എന്താ പറയണം? അൽഹംദുലില്ലാ. എന്താ പറയേണ്ടത്? അല്ലാഹുവേ ഖബർ ഇതിനേക്കാൾ എത്രയോ, ഖബറിനേക്കാൾ നമ്മൾ ഉടനെ പറയേണ്ടത് എന്താ? എൻ്റെ റൂമിനേക്കാൾ വിശാല കുറഞ്ഞെന്നല്ല പറയേണ്ടത്. നമ്മൾ ഉടൻ പറയേണ്ടത് അല്ലാഹുവേ ഖബറിനേക്കാൾ എത്രയോ വിശാലതയുണ്ട്. ഖബർ എത്രയോ ഉള്ളത്? ഒരല്പമല്ലേ ഉള്ളൂ. അൽഹംദുലില്ലാ. ആ സമയത്ത് ആര് അൽഹംദുലില്ലാ പറഞ്ഞ് അവിടെ കയറി അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട സീറ്റിൽ ഇരിക്കുന്നോ, അൽഹംദുലില്ലാ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് നല്ല പന്ത് കളിക്കാൻ വിശാലമായുള്ള മനസ്സിൻ്റെ വിശാലത പിന്നീട് വരും. തുടക്കത്തിൽ ചെന്ന് കയറുമ്പോൾ എന്തായിരിക്കും? നമുക്ക് തോന്നിപ്പോൾ ഇവിടെ എങ്ങനെ ഇത്രയും പേർക്ക് എങ്ങനെ കിടക്കാൻ പറ്റും? നമ്മൾ പറയും സാഹചര്യം അവിടെ കട അല്ല, നിങ്ങൾ തന്നെ പറ, ഞാൻ എങ്ങനെ കിടക്കും? ഓരോരുത്തരുടെ ശൈലിയാണ്. നമ്മൾ പറയും ആചാര്യ ഉള്ള സ്ഥലത്ത് കിടക്കിൻ, കാല് പോലും നീട്ടാൻ സ്ഥലമില്ല, തല എവിടെ വെക്കും എന്നും പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കുത്തിയിരുന്നാലും മിണ്ടാതിരിക്കുക. അൽഹംദുലില്ലാ ഒരു 10 മിനിറ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് ഏത് രീതിയിൽ എല്ലാം സെറ്റപ്പ് ആക്കും. 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കിടക്കാൻ ആളില്ല. നമുക്ക് 3 സീറ്റ് 4 സീറ്റ് വിശാലമായി 2 കൈ ഇങ്ങനെ മലർത്തി വെച്ചായിരിക്കും പിന്നെ എന്ത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി തരും. നേരെ മറിച്ച് വന്ന് കയറിയപ്പോൾ നമ്മൾ വിചാരിച്ച് ഇത്രയും പേര് ഇതിനകത്ത് എങ്ങനെ കിടക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ അൽഹംദുലില്ലാ സുഖമായിട്ട് എന്തൊരു ഉറക്കമായിരിക്കും എന്നറിയാം. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അവിടെ നമ്മൾ ദിക്ർ, ദുആ, തസ്ബീഹ്, നമസ്കാരമായിട്ട് കഴിഞ്ഞുകൂടും. ഇവിടെയും ഫലാ റഫസ വലാ ഫുസൂക വലാ ജിദാല. അള്ളാഹു എത്ര കരുണയുള്ളവനാണ്. അവിടെ നിന്ന് ദുൽഹിജ്ജ 8-ന്റെ അന്ന് രാത്രി നമ്മൾ മിനയിലേക്ക് അറഫയിലേക്ക് പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദക്കിർ ഫഇന്നദ്ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. സദഖല്ലാഹുൽ അളീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നസീഹത്തും അതേപോലെ തന്നെ നമ്മുടെ ഒരുമിച്ച് കൂടലും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖിയാമത്ത് നാളാകുമ്പോൾ, അവസാന കാലഘട്ടമാകുമ്പോൾ ചിലർ ഹജ്ജിനും ഉംറയ്ക്കും പോകും. അവരുടെ മനസ്സിൻ്റെ ആഗ്രഹം ഉല്ലാസമായിരിക്കും.
ഊട്ടിയിലും പൊന്മുടിയിലും കൊടൈക്കനാലിലും അതേപോലെ തന്നെ ഉല്ലാസ സ്ഥലങ്ങളിൽ പോയി ഉല്ലസിക്കുന്നത് പോലെ നേരം പോക്കായി എല്ലാവരും പോകുന്നു, നമുക്കും ഒന്ന് പോയിട്ട് വരാം എന്നുള്ള വിചാരത്തിൽ പോവുകയും അവിടെ ചെന്ന് ഏതെങ്കിലും നിലയിലുള്ള ചെറിയ ഒരു പൊരിച്ചമീൻ്റെ ഒരു സൈഡ് ഒന്ന് കുറഞ്ഞു പോയാൽ പോലും തർക്കിക്കുകയും ഞങ്ങൾക്കിതാണോ എന്നൊക്കെ പറഞ്ഞ് ഒരല്പം പോലും ത്യാഗം സഹിക്കാൻ തയ്യാറാകാതെ മടങ്ങി വരുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. അള്ളാഹു നമ്മെ എല്ലാവരെയും അക്കൂട്ടത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് എൻ്റെ ഹജ്ജിൻ്റെ ക്ലാസ്സുകളിൽ ത്യാഗങ്ങളെക്കുറിച്ച് അധികമായി പറയുന്നത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ മക്ക, മദീന, ത്വയ്യിബ, അൽ മുഖറമ എന്നൊക്കെ പറയുന്നത് പ്രവാചകന്മാരും സഹാബാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും ഒക്കെ വളരെ കൂടുതൽ ത്യാഗം സഹിച്ച സ്ഥലമാണ്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. നമ്മളുടെ ഈമാനിൻ്റെ ബലഹീനത കൊണ്ട് നമുക്ക് അത്രത്തോളം ത്യാഗമൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോഴെല്ലാം ചെറിയ പരീക്ഷണങ്ങൾ. അള്ളാഹു അത് സഹിക്കാനും സന്തോഷത്തോടെ ക്ഷമിക്കാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. എപ്പോഴും നമ്മൾ ദുആ ചെയ്യുക, റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. ഞാൻ സാധാരണ പറയും, അള്ളാഹു എന്നെ എളുപ്പമാക്കി തരണേ അല്ലാഹ്, ഭാരമാക്കരുതേ എന്ന്. ഇപ്പം നമ്മുടെ കല്ലെറിയുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. മുമ്പ് കല്ലെറിയുക എന്ന് പറയുന്നത് വളരെ ത്യാഗമായിരുന്നു. എല്ലാവരും ഒരു സ്ഥലത്ത് പോയി ഒരു സ്തൂപത്തിൽ തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് എറിയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി 1/2 കിലോമീറ്ററോളം വിശാലമായ ഒരു മതിൽ, അതിനകത്താണ് നമ്മൾ പോയി എറിയുന്നത്. അത് ഓരോരുത്തർക്കും പ്രത്യേകമായ സമയങ്ങളും സന്ദർഭങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം അള്ളാഹു എളുപ്പമാക്കി തരും. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. അള്ളാഹു നീ എല്ലാം എളുപ്പമാക്കി തരണേ അള്ളാഹ്, നീ ഒന്നും ഭാരമാക്കാതെ. നമുക്ക് സഹാബാക്കൾ സഹിച്ചതുപോലെ സഹിക്കാനുള്ള കെൽപ്പില്ല, അല്ലെങ്കിൽ അവർ സഹിച്ച ത്യാഗങ്ങൾ പോലെ സഹിക്കാനുള്ള ത്യാഗത്തിൻ്റെ ഒരു മനോഭാവം നമുക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ഞാനൊരു പാപിയാണ്, ഞാനൊരു ബലഹീനനാണ്, അള്ളാഹുവെ എനിക്ക് സഹിക്കുന്നതിനേക്കാൾ അപ്പുറം ഒന്നും തരല്ലേ അല്ലാ എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരുമാറാകട്ടെ. ചുരുങ്ങിയ രീതിയിൽ ഇൻഷാ അല്ലാഹ് 10-20 മിനിറ്റ് കൊണ്ട് ഹജ്ജിൻ്റെ ഒരു രൂപം ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പോകുന്നത് നമ്മുടെ MD സാഹിബ് പറഞ്ഞതുപോലെ തമത്തുആയ ഹജ്ജിന് വേണ്ടിയാണ്. എന്ത് ഹജ്ജ്? തമത്തു. ആദ്യം ഉംറ നിർവഹിക്കും. പിന്നെ അൽഹംദുലില്ലാഹ് ഉംറ നിർവഹിച്ചതിന് ശേഷം ഇപ്പോൾ ദുൽഹിജ്ജ ഒരു 8 വരെയും അല്ലെങ്കിൽ 7 വരെയും നമ്മൾ ഉംറ നിർവഹിച്ചതിന് ശേഷം മക്കത്തുൽ മുക്കറമയിൽ ഉണ്ടാവും. ഇവിടുന്ന് ദുൽഖഅദ് ഒരു 24-25 കൂടി നമ്മൾ എത്തുകയാണെങ്കിൽ ദുൽഹിജ്ജ 7 വരെയും നമ്മൾ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ ഹറമിൽ തന്നെ ഉണ്ടാവും. അതിൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഉംറ ചെയ്യും, ചിലപ്പോൾ 2 ഉംറ ചെയ്യും, ചിലപ്പോൾ 3 ഉംറ ചെയ്യും. ഉംറ എന്ന് പറയുന്നത് 2-3 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു അമലാണ് ഉംറ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ അൽഹംദുലില്ലാഹ് ഖുർആൻ ഷരീഫ് ധാരാളം പാരായണം ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ തവാഫുകൾ വർദ്ധിപ്പിക്കും. അള്ളാഹു ഒരു 50 തവാഫ് ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകും. എല്ലാവരും നിയത്ത് ചെയ്യണം. എത്ര തവാഫ്? അള്ളാഹു മാതാവ് പ്രസവിച്ച കുഞ്ഞിനെ പോലെ അവനെ മാറ്റും. അതുകൊണ്ട് തവാഫുകൾ വർദ്ധിപ്പിക്കണം. ഉംറ അല്പം പ്രയാസമാണെങ്കിൽ ഉംറ കുറഞ്ഞാലും തവാഫുകൾ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. അതുപോലെ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹാത്തുകൾ, ദാനധർമ്മങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് കഅബയെ നോക്കിക്കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് സുന്നത്തായ ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ട് ഹറമിൽ നമ്മൾ താമസിക്കും വളരെ സന്തോഷത്തോടുകൂടി. ധാരാളം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാരെ നമുക്ക് കാണാനും മുസാഫഹത്ത് ചെയ്യാനും അവരോടൊപ്പം ഇബാദത്ത് ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ അൽ ഹറമൈൻ ഗ്രൂപ്പ് നമുക്ക് സംഘടിപ്പിച്ചു തരുന്നത്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ദുൽഹിജ്ജ 7 വരെയും നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മറ്റെല്ലാ അമലുകളും മക്കത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ദുൽഹിജ്ജ 7-ൻ്റെ അന്ന് നമ്മൾ റൂമിൽ നിന്ന് കുളിച്ച് വൃത്തിയായി അൽഹംദുലില്ലാഹ് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ച് 2 റക്അത്ത് ഇഹ്റാമിൻ്റെ സുന്നത്ത് നമസ്കരിച്ച് ഇൻഷാ അല്ലാഹ് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ അമീറത്ത് നിയത്ത് പറഞ്ഞു കൊടുക്കും, പുരുഷന്മാർക്ക് അമീറന്മാർ നിയത്ത് പറഞ്ഞു കൊടുക്കും. നിയത്ത് എന്താണ്? നവൈത്തുൽ ഹജ്ജ വ അഹറംതു ബിഹി ലില്ലാഹി തആല.
ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതി, അതിനുവേണ്ടി ഇഹ്റാം ചെയ്തു, അള്ളാഹുവിന് വേണ്ടി. എന്നിട്ട് നമ്മൾ തൽബിയത്ത് പറയും, ലബ്ബൈക് അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. 3 പ്രാവശ്യം തൽബിയത്ത് പറഞ്ഞു, നബിയുടെ മേൽ സലാത്ത് ചൊല്ലി, അള്ളാഹുവിൻ്റെ തൃപ്തി ചോദിച്ചു, നരകത്തിൽ നിന്നും അവൻ്റെ കോപത്തിൽ നിന്നും കാവലിനെ തേടി. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ദുൽഹിജ്ജ രാത്രി 7-ന്റെ അന്ന് രാത്രി മിനയിലേക്ക് പോകും. അള്ളാഹുവെ, നീ എല്ലാം എളുപ്പമാക്കി തരണേ അല്ലാഹ്. നിങ്ങളെല്ലാവരും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഇന്നത്തെ അവസ്ഥകൾ സൂചിപ്പിച്ചല്ലോ. ഗവൺമെൻറ് ആയിരുന്നാലും എല്ലാ തലത്തിലായിരുന്നാലും മുസ്ലിമീങ്ങൾക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാത്രാ തടസ്സങ്ങളൊന്നും വരാതെ ഒക്കെ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മൾ അൽഹംദുലില്ലാ ദുൽഹിജ്ജ 7-ന്റെ അന്ന് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത് നേരെ മിനയിലേക്ക് ചെല്ലും. മിനയിൽ ചെന്ന് സന്തോഷത്തോടു കൂടി നമ്മൾ അവിടെ കാലുകുത്തും. അൽഹംദുലില്ലാ, പ്രവാചകന്മാര്, സഹാബാക്കൾ, ഔലിയാക്കന്മാരൊക്കെ അവിടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ത്യാഗത്തിൻ്റെ ഭൂമിയാണ് പരിശുദ്ധമായ മിന. ആ മിനയിൽ നമ്മൾ അൽഹംദുലില്ലാ ദുൽഹിജ്ജ 7-ന്റെ അന്ന് രാത്രി മുതൽ ദുൽഹിജ്ജ 8-ന്റെ അന്ന് മഗ്രിബ് വരെയും അല്ലെങ്കിൽ ഇശാ വരെയും അവിടെ താമസിക്കും. നമ്മൾ ദിക്ർ, ദുആ, തസ്ബീഹ്, ഖുർആൻ പാരായണമായിട്ട് അവിടെ കഴിഞ്ഞുകൂടും. ദുൽഹിജ്ജ 8-ന്റെ അന്ന് രാത്രി ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ നിന്ന് എങ്ങോട്ട് പോകും? അറഫയിലേക്ക് പോകും. ദുൽഹിജ്ജ 8-ന്റെ അന്ന് രാത്രി അറഫയിലേക്ക് പോകും. അറഫയിലെത്തി അൽഹംദുലില്ലാ ദുൽഹിജ്ജ 9-ന്റെ ഉച്ച വരെയും നമ്മൾ അവിടെ കഴിഞ്ഞുകൂടി. ദുൽഹിജ്ജ 9-ന്റെ അന്ന് ഉച്ച മുതൽ മഗ്രിബ് വരെയും ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയവും സന്ദർഭവുമാണ്. ദുൽഹിജ്ജ 9-ന്റെ ഉച്ച മുതൽ നമ്മൾ നമസ്കരിക്കും. ദുഹറും അസറും ഖസറും ജമ്മുമായി നമസ്കരിച്ചിട്ട് ദിക്ർ, ദുആ, തസ്ബീഹ് ആയിട്ട് മഗ്രിബ് വരെയും കഴിഞ്ഞുകൂടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാണ്. എല്ലാവരുടെ ദുആയിൽ അള്ളാഹുവെ അറഫയിൽ എത്തിക്കണേ, അറഫയിലുള്ള ഇബാദത്തുകൾ സ്വീകരിക്കണേ എന്ന് എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അറഫയിൽ ദുൽഹിജ്ജ 9-ന്റെ അന്ന് രാവിലെ സുബഹിയെല്ലാം നമസ്കരിച്ച് ഉച്ചയോടുകൂടി അറഫയിലെത്തി. അറഫയിൽ നല്ല വെയിലുള്ള സമയം. ഹാജിമാരെല്ലാം ഓരോ തമ്പുകളിൽ അവർ സ്ഥാനം പിടിച്ചു ഇബാദത്തിലായി കഴിയുമ്പോഴാണ് അൽ ഹറമൈനി ഗ്രൂപ്പ് ഉച്ച സമയത്ത് അവിടെ ചെന്ന് ഇറങ്ങുന്നത്. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ തമ്പുകളെല്ലാം ഫുള്ളായി. ചില തമ്പുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അതെല്ലാം ബുക്കിഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് തമ്പില്ലാതെ അങ്ങനെ നിൽക്കുമ്പോൾ അൽഹംദുലില്ലാ ഗവൺമെൻറ്റിൻ്റെ മുത്തോഫിൻ്റെ ആൾ നമ്മളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു തമ്പ് കാണിച്ചു തന്നു. ഓരോ തമ്പുകളിലും പല ഗ്രൂപ്പുകളുമാണ് കഴിഞ്ഞുകൂടുന്നെങ്കിൽ നമുക്കൊരു തമ്പ് അള്ളാഹു നേരത്തെ തയ്യാറാക്കി വെച്ചതുപോലെ ഞങ്ങൾ ചെന്നപ്പോൾ അത് തുറന്ന് അതിനകത്തേക്ക് ഞങ്ങളെ കയറ്റിവിട്ടു. ദുൽഹിജ്ജ 8-ന്റെ അന്ന് രാത്രി മുതൽ അറഫയിൽ വന്ന് തമ്പ് പിടിച്ചവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നമ്മൾ എത്തുന്നത് ദുൽഹിജ്ജ 9-ന്റെ അന്ന് ഉച്ച സമയത്ത്, കറക്റ്റ് സമയത്താണ് എത്തുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അവിടെ എത്തി. ക്ഷമയോട് ഹാജിമാർ അവിടെ നിന്നപ്പോൾ ഞങ്ങൾ പുരുഷന്മാർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിയാൻ പറ്റുന്ന ഒരു തമ്പ് കൊണ്ട് കാണിച്ചു തരികയും അവിടെ എല്ലാവരും സന്തോഷത്തോടുകൂടി കഴിഞ്ഞു. ഒരു അല്പം ക്ഷമ നമ്മൾ വെച്ചപ്പോൾ അള്ളാഹു ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, എല്ലാ ബുദ്ധിമുട്ടിൻ്റെ പിന്നിലും ഒരു സഹായം ഉണ്ടാവും. അൽഹംദുലില്ലാ ദുൽഹിജ്ജ 9-ന്റെ അന്ന് അറഫയിൽ ദുഹർ മുതൽ മഗ്രിബ് വരെയും ദിക്റിലും ദുആയിലുമായിട്ട് കഴിയും. അവിടെ പറയേണ്ട ദുആ പറഞ്ഞില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദുൽഹിജ്ജ 9-ന്റെ അന്ന് മഗ്രിബിന് ശേഷം നമ്മൾ നടന്ന് എങ്ങോട്ട് പോകും? ബസ്സിലായിട്ട് മുസ്തലിഫിലേക്ക് പോകും. ഹാജിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പഠിച്ച് ചെയ്യേണ്ടതല്ല, കണ്ട് ചെയ്യേണ്ടതാണ്. ഹജ്ജ് എപ്പോഴും പുസ്തകങ്ങൾ വായിക്കുകയും ആ കൂട്ടത്തിലുള്ള അമീറന്മാരെ അനുസരിക്കൽ നിർബന്ധം. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, എത്ര വർഷം ഹജ്ജ് ചെയ്തവരാണെങ്കിലും അമീറന്മാരുടെ കൂട്ടത്തിൽ പോയി ഹജ്ജ് ചെയ്യണം. അവർ കാണിച്ചു തരുന്നത് പോലെ ചെയ്യണം. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു, അരിന മനാസിക്കന, അള്ളാഹുവെ ഞങ്ങളുടെ ഹജ്ജ് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ.
ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുദു അന്നി മനാസികക്കും, എൻ്റെ സഹാബാക്കളെ നിങ്ങളുടെ ഹജ്ജ് എന്നിൽ നിന്ന് നിങ്ങൾ കണ്ടു പഠിക്കിൻ. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാർ തവാഫിന് വിളിക്കുമ്പം അവർ ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ വരില്ല. ഞാൻ ധാരാളം പ്രാവശ്യം പോയിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് അങ്ങ് പോകും. അതേപോലെ എല്ലാ അമലുകളും ഒറ്റയ്ക്ക് ചെയ്യാൻ തയ്യാറാവും. ശൈത്താൻ്റെ ഏറ്റവും വലിയൊരു വഞ്ചനയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ ഗ്രൂപ്പ് കൂട്ടമായി ചെയ്യുന്ന ഓരോ അമലിലും ഇൻഷാ അല്ലാഹ് അറിയാമെങ്കിലും ആ കൂട്ടത്തിൽ നിന്ന് തന്നെ ചെയ്യണം. അതിലാണ് ബറക്കത്ത്. യദുല്ലാഹി അൽ ജമാ, അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും ഒരുമിച്ച് കൂടി ചെയ്യുന്ന അമലുകളിലാണ്. അതുകൊണ്ട് ഓരോരുത്തരും നിയത്തി ചെയ്യണം. ചില ആൾക്കാർ നമ്മൾ അമൽ ചെയ്യുന്നതിന് മുമ്പ് അവരങ്ങ് അമൽ ചെയ്യും. ഗ്രൂപ്പ് അമൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പം പറയും, ഞാനെല്ലാം കഴിഞ്ഞു വന്നതാ, ഞാൻ ഇച്ചിരി കിടക്കട്ടെ. അപ്പോൾ അവർ നേരത്തെ പോയി തവാഫും എല്ലാം അങ്ങ് ചെയ്യും. ഗ്രൂപ്പ് പോകുമ്പം ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ വരികയില്ല. ധാരാളം വീഴ്ചകൾ സംഭവിക്കും, ധാരാളം വീഴ്ചകൾ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അറഫയിൽ നിന്നും മുസ്തലിഫിലേക്കും നമ്മൾ ദുൽഹിജ്ജ 9 അന്ന് രാത്രി പോകുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാ. കൂട്ടത്തിൽ നിന്നും ഒരാൾ മാറിപ്പോയാലും അള്ളാഹു ആ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ചേർക്കും. കൂട്ടത്തിൽ വരാതെ മാറിപ്പോയവർ ദിവസങ്ങൾ കഴിഞ്ഞാലും ആ കൂട്ടത്തിൽ വരികയില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദുൽഹിജ്ജ 9 അന്ന് അറഫയിൽ നിന്ന് മുസ്തലിഫിലേക്ക് പോകാൻ ബസ് കയറാൻ വേണ്ടി നടന്നു പോവുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും നിൽക്കുന്ന നൂറുദ്ദീൻ സാഹിബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് അല്പം വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ നൂറുദ്ദീൻ സാഹിബിൻ്റെ ഭാര്യ നടന്ന് നേരെ അങ്ങ് പോയി. എല്ലാവരും അവിടെ ഇരിക്കുകയാണ് അല്പം വിശ്രമിക്കാൻ. അപ്പോൾ അവൻ്റെ ഭാര്യ വിചാരിച്ചു എല്ലാവരും മുന്നോട്ട് പോയെന്നും പറഞ്ഞ് മുന്നോട്ട് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭാര്യയെ കാണാനില്ല. അദ്ദേഹം കരയാൻ തുടങ്ങി, എൻ്റെ ഭാര്യയെ കണ്ടില്ല. ഞാൻ പറഞ്ഞു, ഹാജിയാരെ സമാധാനപ്പെടും, നിങ്ങൾ വിഷമിക്കേണ്ട, അള്ളാഹു നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് തരും. ആദം നബിയും ഹവ്വാ ബീവിയും ഇതൊക്കെ ഞാൻ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ആദം നബിയും ഹവ്വാ ബീവിയും പല സ്ഥലങ്ങളായിട്ട് വിട്ടുപിരിഞ്ഞിട്ട് അറഫയിൽ ഒരുമിച്ച് കൂടിയ സ്ഥലമാണ്. ആ അറഫയിൽ വെച്ച് നിങ്ങളുടെ ഭാര്യയെ വിട്ടുപിരിക്കത്തില്ല ഒരിക്കലും. അള്ളാഹു നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് കൊണ്ട് തരും, നിങ്ങൾ ക്ഷമിക്കിൻ. അൽഹംദുലില്ലാ അദ്ദേഹം ക്ഷമിച്ചു, എല്ലാവരും സമാധാനപ്പെടുത്തി. കൂട്ടത്തിലുള്ള ചില ആൾക്കാർ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഹാജിയാരെ നമ്മളെ കൂട്ടത്തിൽ നടന്നു വരിൻ, നമുക്ക് പോകാം. അദ്ദേഹം നടന്നു വരാൻ തയ്യാറായപ്പോൾ കൂട്ടത്തിലുള്ള ആൾക്കാർ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇട്ടുകൊണ്ട് നിങ്ങളങ്ങ് പോവുകയാണ്. ഈ സ്വന്തം ഭാര്യയെ കാണാത്ത ഭർത്താവ് ചോദിക്കുന്നില്ല, കൂട്ടത്തിലുള്ള മാന്യന്മാരെ ബുദ്ധിശാലികൾ ചോദിക്കുക, നിങ്ങൾ എന്ത് ഉസ്താദേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൂടെ കൊണ്ടുവന്നില്ലേ, നിങ്ങളങ്ങ് പോയാൽ അവരോട് പോയി വല്ലാതെ പ്രയാസപ്പെടുത്തും. ഞാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടായി, നിങ്ങളുടെ ഭാര്യമാർ പോയിട്ടില്ലല്ലോ, മിണ്ടായിരിക്കും. പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ ക്ഷമിക്കും, ദുആ ചെയ്യും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണും, ഒരു ഫോൺ വരുന്നു, ഈ ഹാജിയാർക്ക് ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നു എന്ന്. അൽഹംദുലില്ലാ ഈ അറഫയിൽ ലക്ഷോപലക്ഷം ഹാജിമാർ ഒരുമിച്ച് കൂടിയ ഈ സ്ഥലത്ത് കാണാതെ പോയ ഭാര്യയെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ കണ്ട മാത്രയിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ഒക്കെ ചെയ്തു. അറഫയിൽ വെച്ചാണ് സംഭവം. കൂട്ടത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയാൽ അള്ളാഹു ആ കൂട്ടത്തിൽ എത്തിക്കും. ഒറ്റയ്ക്ക് എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞു പോയാൽ ആ പോകുന്നവർ ചിലപ്പം കണ്ടുമുട്ടാൻ വലിയ പ്രയാസമായിരിക്കും. അപ്പം നമ്മൾ ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ 9 അന്ന് മഗ്രിബ് കഴിഞ്ഞ് മുസ്തലിഫിലേക്ക് പോകും. അള്ളാഹു നമ്മളെ മുസ്തലിഫിൽ എത്തിക്കുമാറാകട്ടെ. മുസ്തലിഫ എന്ന് പറഞ്ഞാൽ വെറും മരുഭൂമിയാണ്. നമ്മുടെ കയ്യിൽ ഒരു പുതപ്പ് കരുതിക്കൊള്ളണം. ആ പുതപ്പ് അവിടെ വിരിക്കും. എന്നിട്ട് നമ്മൾ അവിടുത്തെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മിക്ക സ്ഥലത്തുള്ള ഇബാദത്ത് ദിക്ർ, ദുആ, ഖുർആൻ പാരായണമാണ്. മുസ്തലിഫയിലുള്ള ഇബാദത്ത് ഉറക്കം. അറഫയിൽ ളുഹർ മുതൽ മഗ്രിബ് വരെയും ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ ഹാജിമാരോട് അള്ളാഹു പറയാണ്, കരുണയുള്ള അള്ളാഹു. നേരത്തെ തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മകൻ വെഞ്ഞാറമൂടുള്ള ഒരു പയ്യൻ എല്ലാവരെയും കൊന്നതിന് ശേഷവും ആ ഉമ്മ ആ മകനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചെങ്കിൽ കരുണയുള്ള അള്ളാഹു അറഫയിൽ വെച്ച് ഹാജിമാര് നിന്നും
കിടന്നും ഇരുന്നും ഒക്കെ ദുആ ചെയ്ത് ക്ഷീണിച്ച ഹാജിമാര് മുസ്തലിഫയിൽ എത്തുമ്പോൾ അള്ളാഹു പറഞ്ഞ എന്താ, ഇവിടെ ആരും ഇരിക്കണ്ട, ഇവിടെ എല്ലാവരും കിടന്നുകൊള്ളിൻ. മഗ്രിബും ഇശായും നിസ്കരിച്ചിട്ട് എല്ലാവരും ഉറങ്ങൽ ഇബാദത്ത്. അവിടുത്തെ ഉറക്കമെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഉറക്കമാണ്. കിടക്കുന്നത് അറിയാം, അൽഹംദുലില്ലാ. അങ്ങനെ ഉറങ്ങിയ കൂട്ടത്തിൽ നമ്മുടെ ഒരു ഉസ്താദ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. അള്ളാഹു നമുക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാർ. ആ മുസ്തലിഫിൽ ഉറക്കം ഇബാദത്താണ്. സുബഹിക്ക് തൊട്ട് മുമ്പ് വരെ നല്ലതുപോലെ ഉറങ്ങി സുബഹിക്ക് മുമ്പ് നമ്മൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി നമസ്കരിച്ചതിന് ശേഷം അൽഹംദുലില്ലാ നമ്മൾ മിനയിലേക്ക് 8-ന്റെ അന്ന് വന്ന ആ സ്ഥലം മിനയിലേക്ക് കാൽനടയായി നടക്കും. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. കാലിന് ഈ കാലിലെല്ലാം അള്ളാഹു പ്രത്യേകമായി മിഷ്യൻ ഘടിപ്പിക്കും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അറിയാതെ മലക്കുകളുടെ ചിറകിലായിട്ട് നടന്നങ്ങ് പോകും. കിലോമീറ്റർ ലാസ്റ്റ് എണ്ണാവും എത്രയാണെന്ന്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴാണ് 25, 15, 10 കിലോമീറ്റർ എന്നൊക്കെ വിചാരിക്കും. അൽഹംദുലില്ലാ മുസ്തലിഫയിൽ നിന്ന് നടന്ന് നമ്മുടെ റൂമിലെത്തി. അവിടെ നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ എവിടെ പോകും? കല്ലെറിയാൻ വേണ്ടി പോകും. എവിടെ പോകണം? ഹജ്ജിന്റെ കർമ്മങ്ങൾ ദുൽഹിജ്ജ 10-ന്റെ അന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് കല്ലെറിയാൻ വേണ്ടി പോകും. ആ മുസ്തലിഫയിൽ വെച്ചാണ് നമ്മൾ കല്ലുകൾ പറക്കേണ്ടത്. 71 അല്ലെങ്കിൽ 80 കല്ലുകൾ നമ്മൾ പറക്കിയെടുക്കും. ആദ്യത്തെ ദിവസം നമ്മൾ 7 കല്ലുകൾ വെച്ച് ഒരു സ്ഥലത്തെറിയും. ജംറത്തുൽ അഖബ എന്ന് പറയുന്ന സ്ഥലത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അള്ളാഹുമായി ബന്ധപ്പെട്ടപ്പോൾ ശൈത്താനിയായ മുഴുവൻ ഷർറുകളെ തൊട്ടും നമ്മൾ കല്ലെറിഞ്ഞ് നമ്മൾ ഒഴിവാവുകയാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3, 4 ദിവസം കല്ലെറിയണം. ആദ്യത്തെ ഒരു ദിവസം ഒരു സ്ഥലത്ത് മാത്രം, ബാക്കിയുള്ള 3 സ്ഥലം 11, 12, 13 ഈ 3 ദിവസവും 3 സ്ഥലത്ത് കല്ലെറിയണം. അതോടുകൂടി ശൈത്താന്റെ മുഴുവൻ ഷർറുകളെ തൊട്ടും അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. ഖിയാമത്ത് നാൾ വരെ ബായിനായ തലാഖ് എന്ന് പറയും. ബായിനായ തലാഖ് എന്ന് പറഞ്ഞാൽ പെണ്ണിനെ തലാഖ് ചെല്ലിയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പാടില്ല. മുത്തലാഖ് ചെല്ലിയാൽ പിന്നെ തിരിച്ചെടുക്കണമെങ്കിൽ ധാരാളം നിയമങ്ങൾ പിന്നീടുണ്ട്. അതേപോലെ ശൈത്താനെ പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കുന്ന സ്ഥലമാണ് ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ. ഇവിടുന്ന് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മിനയിൽ നിന്ന് പോകും. കല്ലെറിഞ്ഞ ഉടനെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മൾ തക്ബീർ പറഞ്ഞുകൊണ്ട് റൂമിൽ വരും. റൂമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പരിപാടി എല്ലാവരും മുടി കളയും. മുടി എല്ലാവരും കളയും. ഹജ്ജിന്റെ ഫറലാണ് ഇഹ്റാം, ഹജ്ജിന്റെ ഫറല്. അറഫയിൽ നിൽക്കൽ ഹജ്ജിന്റെ ഫറല്. മുടി കളയൽ ഹജ്ജിന്റെ ഫറല്. അള്ളാഹു മുടി കളയാൻ തൗഫീക്ക് നൽകുക. സ്ത്രീകളെല്ലാം ഒരു വിരൽ തുമ്പിന്റെ അത്രയും മുടി മുറിക്കുക. പുരുഷന്മാർ എല്ലാവരും മുടി കളയണം. ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കളഞ്ഞു, ഞാനും മുടി കളയും. ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജ് പഠിക്കുക. ആ പ്രവാചകൻ മുടി കളഞ്ഞു. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം? മുടി കളയും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ മിനയിൽ രാപാർക്കും. മിനയിൽ 11, 12, 13 വരെയും രാപാർക്കും നമ്മൾ അവിടെ. ഇതിൻ്റെ ഇടയിൽ 11-ന്റെ അന്ന്, ദുൽഹിജ്ജ 11 അല്ലെങ്കിൽ 12-ന്റെ അന്ന് നമ്മൾ മിനയിൽ നിന്നും നേരെ മക്കത്തുൽ മുക്കറമയിൽ പോയി ഹജ്ജിന്റെ 2 ഫർളുണ്ട്, തവാഫും സഅയും. കാരണം ഹജ്ജിന്റെ 1-ാമത്തെ ഫർള് ഇഹ്റാം, 2-ാമത്തെ ഫർള് അറഫയിലുള്ള നൃത്തം, 3-ാമത്തെ ഫർള് മുടികളയൽ, 4ഉം 5ഉം തവാഫും സഅയും. 5 ഫർളുകളാണുള്ളത്. 4 പ്രധാനപ്പെട്ട വാജിബാത്തുകളുണ്ട്. മുസ്തലിഫിൽ രാപാർക്കൽ വാജിബാത്തുകളാണ്. അതേപോലെ തന്നെ മിനയിൽ രാപാർക്കൽ വാജിബാത്തുകളാണ്. കല്ലെറിയൽ വാജിബാത്തുകളാണ്. ഇഹ്റാം, മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ ഹജ്ജിന്റെ വാജിബാത്തുകളാണ്. ഇങ്ങനെ ഹജ്ജിന്റെ വാജിബാത്തുകളുണ്ട്, ഹജ്ജിന്റെ ഫർളുകളുണ്ട്. പിന്നെ നിങ്ങൾ ഒന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങളും അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇന്ന് പറഞ്ഞ് ഇനി ചെയ്യലല്ല, കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് എപ്പോൾ നിങ്ങൾ ചോദിക്കുന്നവരായി മാറണം. നിങ്ങൾ എന്ത് ചെയ്യണം? വ അമ്മ സായില ഫലാ തൻഹർ,
ചോദിച്ചാൽ തട്ടിക്കളയില്ല. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഏതൊരു കാര്യം വന്ന് സന്തോഷത്തോടുകൂടി ചോദിക്കാനുള്ള അനുവാദമുണ്ട്. ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? നിങ്ങൾ ചോദിക്കില്ല എങ്കിൽ അത് ആർക്കാ നഷ്ടം? അതുകൊണ്ട് ഏതൊരു കാര്യം ആണെങ്കിലും ഇൻഷാ അല്ലാഹ് അമീറന്മാരോട് ചോദിക്കാം. വളരെ സന്തോഷത്തോടുകൂടി, നിങ്ങളോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഗൗരവം ഒന്നുമില്ല, വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു തരാൻ തയ്യാറാണ്. അള്ളാഹു ആ നല്ല ഗുണം നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, മക്കത്തുൽ മുക്കറമയിൽ പോയി തവാഫും സായും കഴിഞ്ഞു വന്നു. പിന്നീട് നമ്മൾ 12ഉം 13ന്റെ അസർ വരെയും അല്ലെങ്കിൽ ളുഹർ വരെയും മിനയിലുണ്ടാകും. 13ന്റെ അന്ന് ളുഹറിന് നമ്മൾ പോയി ജംറയിൽ കല്ലെറിഞ്ഞ് തീരുന്നതിനോടുകൂടി ഹജ്ജിന്റെ അമലുകൾ അവസാനിച്ചു. അതാണ് ഞാൻ ആദ്യമേ അൽ ഹജ്ജു അഷ്ഹുറും മാലൂമാത്ത്, ഹജ്ജ് അറിയപ്പെട്ട മാസത്തിലാണ്. ഫമൻ ഫറള, ആരെങ്കിലും ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്താൽ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ആയത്തോതി. എന്നിട്ട് അവസാനം ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈ വമൻ തഅഖറ ഫലാ ഇസ്മ അലൈ. ആരെങ്കിലും 13ന്റെ അന്ന് വരെയും പിന്തിച്ച് 13ന്റെ ഏറും മെറിഞ്ഞു പോയാലും അവർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നതിനോട് ഹജ്ജ് തീർന്നു. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദുൽഹിജ്ജ 7ന്റെ അന്ന് രാത്രി ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത് നമ്മൾ ദുൽഹിജ്ജ 13ന്റെ അന്ന് അസറോടുകൂടി അവസാനത്തെ കല്ലെറിയുന്നതിനോടുകൂടി ഹജ്ജിന്റെ അമലുകൾ എന്താവും? പൂർത്തിയാവും. അള്ളാഹുവെ, ഞങ്ങളുടെ ഹജ്ജെല്ലാം നീ കബൂലാക്കണേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ. ആരോഗ്യം നൽകണേ. ഞങ്ങളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും നീ വരുത്തല്ലേ. മനസ്സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സഹകരണത്തോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി, ത്യാഗങ്ങൾ സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് ഹജ്ജിൻ്റെയും ഉംറയുടെയും സിയാറത്തിൻ്റെയും മറ്റെല്ലാ അമലുകളും ചെയ്യാൻ കരുണയുള്ള അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. നമ്മുടെ മനസ്സ് അള്ളാഹുവിൻ്റെ മുമ്പിൽ അലിഞ്ഞു ചേരണം. ധാരാളം കൗണ്ടറുകൾ അള്ളാഹു റസൂൽ അവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ദുആ ചെയ്യാൻ. ഒന്ന് കാബം കാണുമ്പോൾ, കാബം കാണും, അൽഹംദുലില്ലാ പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല കാബം കാണുമ്പോഴുള്ള അവസ്ഥ. രണ്ടാമത് ഹജറുൽ അസ്വദ് കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഹജറുൽ അസ്വദ് മുത്താൻ എല്ലാ പുരുഷന്മാർക്കും ഹജറുൽ അസ്വദ് മുത്താൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാ സ്ത്രീകൾക്കും കൈകൊണ്ട് മുത്താൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒഴിവുള്ള സമയത്ത് രാത്രി സ്ത്രീകൾ മാത്രം പോയി മുത്തുന്ന സമയത്ത് സ്ത്രീകളോട് കൂടെ പോയി മുത്താൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആണുങ്ങളുടെ ഇടയിൽ പോയി മുത്തരുത്. അതിന് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ഹാജിയുണ്ട്, ഷാജി ഹാജി എന്ന് പറയും. പുരുഷന്മാർക്കെല്ലാം ഇൻഷാ അല്ലാഹ് മുത്താൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം അതിനുള്ള അവസരം ഒരുക്കി തരും. അതേപോലെ മക്കാമു ഇബ്രാഹിമിനെ കാണാനും അവിടെ നിന്ന് നമസ്കരിക്കാനും അല്ലാഹു തൗഫീക്ക് നൽകുമാറാണ്. അതുപോലെ തന്നെ മക്കാമു ഇബ്രാഹിമിന്റെ പിന്നിലുള്ള ദുആ, ഹജറുൽ അസ്വദിന്റെ അടുക്കലുള്ള ദുആ, തവാഫ് ചെയ്യുന്ന സ്ഥലത്തുള്ള ദുആ, അതേപോലെ സംസം കറന്റെ അടുത്തുള്ള ദുആ, സഫ മർവയിലുള്ള ദുആ, മിന മുസ്തലിഫ അറഫയിലുള്ള ദുആ, ജംറാത്തുകൾ, ഇതെല്ലാം അല്ലാഹു സ്വീകരിക്കുന്ന സ്ഥലമാണ്. ശൈത്താൻ വന്നിട്ട് ഇവിടെ ഒന്നും ദുആ ചെയ്യിപ്പിക്കാതെ നമുക്ക് ക്ഷീണം തന്ന് നമ്മളെ മാറ്റിക്കളയും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ലോക ജനതയ്ക്ക് വേണ്ടി, മരണം വരെയും നമ്മൾ ഇതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ മുടക്കുന്ന ഒരു പൈസ പോലും അള്ളാഹു പാഴാക്കുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അഫ്കറ ഹാജുൻ ഖത്തു. ഓരോരുത്തരും സ്വർണം വിറ്റും, സ്വർണം പണയം വെച്ച് വരരുത്, സ്വർണം വിറ്റും. സ്ത്രീകൾ പലരും തൻ്റെ കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ കിടന്ന സ്വർണം വിറ്റ്, നല്ല വിലയുള്ളതുകൊണ്ട് അൽഹംദുലില്ലാഹ് കുറച്ച് വിറ്റാൽ മതി, അങ്ങനെ വിറ്റും അല്ലാത്തവർ അവർ സമ്പാദിച്ച സമ്പത്ത് കൊണ്ടൊക്കെയാണ് ഹജ്ജ് വരുന്നത്. പലരും പല ത്യാഗം കൊണ്ടാണ് വരുന്നതെങ്കിലും അള്ളാഹു പറയാണ്, ഓരോരുത്തർക്കും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രതിഫലം അള്ളാഹു നൽകും. നാളെ ആഖിറത്തിൽ നന്മയുടെ ത്രാസ് നോക്കുമ്പോൾ നമ്മുടെ നന്മയുടെ ത്രാസിൽ ഏറ്റവും കൂടുതൽ ഭാരം കൂടുന്നത് ഇൻഷാ അള്ളാഹ് അധികവും ഹജ്ജിന്റെ സമയത്ത് ചെയ്ത ഇബാദത്തുകൾക്കായിരിക്കും. കാരണം ഒരു സുബ്ഹാനല്ലാഹിക്ക് 1,00,000 സുബ്ഹാനല്ലാഹ്, 1 റിയാല് ദാനം ചെയ്താൽ 1,00,000 റിയാല് ദാനം ചെയ്ത പ്രതിഫലം. അതുമാത്രമല്ല, മാ അഫ്കറ ഹാജുൻ ഖത്തു, ഒരു ഹാജിയും ദരിദ്രനാവുകയില്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. തിന്നാനും കുടിക്കാനും ഇല്ലാതെ വലയുന്ന ഒരു അവസ്ഥ ഒരു ഹാജിക്കും, ഒരു യഥാർത്ഥ ഹാജിക്കും ഉണ്ടാവുകയില്ല. അവൻ എല്ലാവരുടെ മുമ്പിലും മാന്യനായിരിക്കും.
അള്ളാഹുവിന്റെ മുമ്പിലും മാന്യനായിരിക്കും, അവനിക്ക് ദാരിദ്ര്യം ഉണ്ടാകുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. സ്വർഗമല്ലാതെ ഇപ്പൊ നമ്മൾ കളയ്ക്കുന്നു, പൂട്ടുന്നു, അതേപോലെ എന്തെല്ലാം വെയിലുകൾ കൊള്ളുന്നു, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. സ്വർഗം അള്ളാഹു നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുക. അള്ളാഹു ആ സ്വർഗം നൽകുമാറാകട്ടെ. മാത്രമല്ല, മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും. പക്ഷെ ഹജ്ജ് ചെയ്താലോ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആഖിബത്ത് നന്നാകും. അള്ളാഹു ആ നിലയിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകും. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹുവിന്റെ നിന്റെ സമ്പത്ത് നീ എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ സമ്പത്ത് മറ്റുള്ളവർ വീതിക്കുന്നതിന് മുമ്പ് ഹജ്ജിന്റെ പൈസ മാറ്റി വെക്കണമെന്നാ. ഹജ്ജിന്റെ പൈസ ആരെങ്കിലും ചെയ്യോ? ദീനില്ലാത്ത കുടുംബമാണെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സമ്പത്ത് എല്ലാവരും വീതിച്ചങ്ങെടുക്കും. എല്ലാം നമ്മുടെ പേര് മയ്യത്തുമായി, മുതലാളി എന്നുള്ള പേരങ്ങ് മാറി, പിന്നെ മയ്യത്തായി. പിന്നെ നമ്മുടെ വീട്, പറമ്പ്, നമ്മുടെ അക്കൗണ്ട് എല്ലാം മാറി വേറെ ആൾക്കാരിലേക്ക് പോകും. ആ സമയത്ത് നമ്മൾ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന്റെ പൈസ മാറ്റിവെച്ച് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും വിടുവോ? അതുമില്ല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ പകരം ഹജ്ജ്, ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മുടെ കുടുംബത്തിൽ നിന്നും ഹജ്ജ് നിർബന്ധമായവർ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സമ്പത്ത് നമ്മൾക്കുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ ഹജ്ജിന് പോകുന്നതിനോടൊപ്പം തന്നെ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഹജ്ജ് നിർബന്ധമായവർ മരിച്ചു പോയിട്ടുണ്ട്, അവരുടെ സമ്പത്ത് നിലവിലുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് അവർക്ക് വേണ്ടി സമ്പത്ത് കൊടുക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടും പകരം ചെയ്യിപ്പിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ തന്നെ അടുത്ത വർഷം ഹജ്ജ് ചെയ്തവർ അടുത്ത വർഷം പോയി ഹജ്ജ് ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട്. ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അമീറന്മാർക്കൊക്കെ പറഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ഈ പറയപ്പെട്ട 6.5 ലക്ഷം കൊടുക്കേണ്ട ആവശ്യമില്ല, അല്പം കുറച്ചു കൊടുത്താലും അവർ വേണമെങ്കിൽ എന്ത് ചെയ്യും? പകരം ഹജ്ജ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പകരം ഹജ്ജ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഖബറിൽ അതിൻ്റെ ശിക്ഷ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അള്ളാഹു നമുക്ക് ജൂതനായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ മരണപ്പെട്ടു പോകുന്നതിൽ നിന്നും അള്ളാഹു നമ്മളെ എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തി. അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്ക് കിട്ടുന്നു. അള്ളാഹുവിനെ കാണാനുള്ള തൗഫീഖ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകണം. ഈ കഅബ ഷരീഫിനെ പരിശുദ്ധമായ കില്ല പിടിച്ച് ദുആ ചെയ്തവർ നാളെ സ്വർഗത്തിൽ ഈ കാബയും കില്ലയും എല്ലാം അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ അതിന് ചുറ്റും തവാഫ് ചെയ്തവരും അതിൻ്റെ കൂട്ടത്തിൽ ഹിസാബില്ലാതെ അങ്ങ് ഓടി സ്വർഗത്തിലേക്ക് പോകും. അള്ളാഹു ഈ കാബ ഷരീഫിനെ അണിഞ്ഞൊരുങ്ങി കില്ലകളെല്ലാം ധരിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ആരെല്ലാം തവാഫ് ചെയ്തിട്ടുണ്ടോ, കില്ലയിൽ അടുക്കൽ ആരെല്ലാം പോയിട്ടുണ്ടോ, അവർക്കും അള്ളാഹു അതിൻ്റെ കൂട്ടത്തിൽ സ്വർഗത്തിൽ പോകാനുള്ള അവസരം അള്ളാഹു നമുക്കെല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസ് നസീബാക്കി മാറാകും. അതുപോലെ നമ്മുടെ മുഴുവൻ പാപങ്ങളും, ചില പാപങ്ങളുണ്ട്, ആ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നത് നമ്മുടെ അറഫയിൽ കാലുകുത്തുന്നതിനോടുകൂടി ആ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. ചില വൻ പാപങ്ങൾ അള്ളാഹുവിൻ്റെ അത്രമാത്രം കരുണ വിശാലത വ്യാപകമാവുന്ന സമയമാണ്, അള്ളാഹുവിൻ്റെ കരുണ വിശാലമാവുന്ന സമയമാണ്. മുഴുവൻ പാപങ്ങളും മാതാവ് പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാവരഹിതരായ അവസ്ഥയിൽ അള്ളാഹു മടങ്ങി വരും. അള്ളാഹു ആ നിലയിൽ നമ്മളെല്ലാവരെയും ആക്കി തീർക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി സന്തോഷത്തോടുകൂടി ഒരു കുടുംബത്തിലെ അംഗം പോലെ നമ്മൾ പോകുകയും മുഴുവൻ ഹാജിമാരുടെയും ഈ വർഷം വരുന്ന മുഴുവൻ ഹാജിമാരുടെയും സേവകന്മാരായി ഖാദിമുൽ ഹറമൈനിയായി, രാജാവ് ഖാദിമുൽ ഹറമൈനാണ് അല്ലേ, സൽമാൻ രാജാവിൻ്റെ പേര് തന്നെ ഖാദിമുൽ ഹറമൈൻ. ഇതുപോലെ നമ്മളും ആരായിരിക്കണം? നമ്മുടെ അൽ ഹറമൈനി ഗ്രൂപ്പ് ഇൻഷാ അള്ളാഹ് നമ്മുടെ വിഷമങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മൾ എന്ത് ചെയ്യും പരിഹരിക്കുന്ന നിലയിൽ ഇൻഷാ അള്ളാഹ് നല്ല നിയത്തോടു കൂടി പോയി കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ മുഴുവൻ കാര്യങ്ങളും എളുപ്പമാക്കി തരും. അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിൻ്റെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. മഖബൂലും മബ്റൂറും മർളിയുമായ നിലയിൽ ഹജ്ജ് ചെയ്യാനും ഹജ്ജിന് ശേഷം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്തി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പോകുന്ന സമയത്ത് എന്തൊരു അപേക്ഷയാണ്, ഇൻഷാ അള്ളാഹ് നമുക്കെല്ലാവർക്കും സുന്നത്തായ താടി ഉണ്ടായിരിക്കും. ഇൻഷാ അള്ളാഹ് എല്ലാവരും തയ്യാറല്ലേ? തലമുടി മുണ്ടനം ചെയ്ത് താടി വെച്ച്
സന്തോഷത്തോടു. അല്ലെങ്കിൽ അൽ ഹറമൈനി ഗ്രൂപ്പിൽ വരുമ്പോൾ അമീറന്മാർ പറഞ്ഞു തന്നില്ലേ എന്ന് ചോദിക്കത്തില്ലേ? അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? താടി. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ ഇവിടുന്ന് ഇപ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങി. അല്ലാതെ ഹജ്ജിന് വേണ്ടി വരുമ്പോൾ ഹജ്ജിൻ്റെ ഒരുക്കത്തിൽ താടിയൊക്കെ വടിച്ചുകൊണ്ട് ആരും വരരുത്. നമ്മുടെ സൗന്ദര്യമാണ്. ഖബറിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സുന്നത്താണ്. ഷഫീഉനാ റസൂലുള്ളാഹിയുടെ അടുത്തെത്തി അസ്സലാത്തു വസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയുമ്പോൾ തങ്ങൾ നമ്മുടെ സലാമിന് മറുപടി പറയണം. അള്ളാഹു തൗഫീഖ് നൽകും. അതുകൊണ്ട് അൽഹംദുലില്ലാ മദീന ത്വയ്യിബയിൽ അവിടെ എത്തിച്ചേരാനും ആ റൗള ഷരീഫിലൊന്ന് ഒരു അല്പസമയം കഴിഞ്ഞുകൂടി അവിടെ നമസ്കരിക്കാനും ദുആ ചെയ്യാനും എല്ലാം സർവശക്തനായ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ പ്രശ്നങ്ങളും എല്ലാം അള്ളാഹു മാറ്റി കരുണയുള്ള അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഒരു മാസത്തിൽ കൂടുതലുണ്ട്, കൂടുതലായി തഹജ്ജുദ് നമസ്കരിച്ച് ദുആ ചെയ്യും. അതേപോലെ തന്നെ നമസ്കാരത്തിന് ശേഷം പ്രത്യേകം ദുആ ചെയ്യണം. എന്തിനു വേണ്ടി? ആഫിയത്ത് ഉണ്ടായിരിക്കണം, ആരോഗ്യമുണ്ടായിരിക്കണം. ആരെ കൊണ്ടും നമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ പോകുന്നതിനേക്കാൾ നല്ല അവസ്ഥയിൽ മടങ്ങി വരാൻ അള്ളാഹു തൗഫീഖ് നൽകണം. അതിനുവേണ്ടി ദുആ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട്, ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് ഉണ്ടാവും. നമ്മുടെയൊക്കെ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് സംശയങ്ങളുണ്ടെങ്കിൽ അതിന് നിവാരണം ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. കുഴപ്പമൊന്നുമില്ല. കൂട്ടത്തിൽ അമീറന്മാരൊക്കെ ഉണ്ടായിരിക്കും. ആർക്കും ഒരു ടെൻഷൻ വേണ്ട. നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട്? അൽ ഹറമൈനിയാണോ? അള്ളാഹു ഉണ്ട്. അതിൻ്റെ കാരണക്കാരായി അൽ ഹറമൈനി ഗ്രൂപ്പും ഉണ്ടാവും. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. إلى حضرة النبي سيدنا وشفيعنا وحبيبنا نبي الرحمة سيد الكونين طه محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين رب اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما ثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد خير البرية صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين.
ولله الأسماء الحسنى فادعوه بها هو الله الذي لا إله إلا هو الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق الفتاح العليم القابض الباسط الخافض الرافع المعز المذل السميع البصير الحكم العادل اللطيف الخبير الحليم العظيم الغفور الشكور العلي الكبير الحفيظ المقيت الحسيب الجليل الكريم الرقيب المجيب الواسع الحكيم الودود المجيد الباعد الشهيد الحق الوكيل القوي المتين الولي الحميد المحصي المبدئ المعيد المحيي المميت الحي القيوم الواجد الماجد الواحد الأحد الصمد القادر المقتدر المقدم المؤخر الأول الآخر الظاهر الباطن الوالي المتعالي البر التواب المنتقم العفو الرؤوف مالك الملك ذو الجلال والإكرام المقسط الجامع الغني المغني المانع الضار النافع النور الهادي البديع الباقي الوارث الرشيد الصبور ليس كمثله شيء وهو السميع البصير اللهم إني عبدك وابن عبدك وأمتك ناصيتي بيدك ماض في حكمك عادل في قضاءك نسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلوبنا ونور أبصارنا وجلاء أحزاننا وذهاب همومنا وغمومنا وشفاء أمراضنا وأمراض مرضانا وهدايتنا وهداية أهالينا وهداية الناس جميعا يا رب العالمين يا الله أوصل اللهم مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا إلى روح نبينا وسيدنا وحبيبنا محمد صلى الله عليه وسلم وإلى أرواح أهل الخير كلهم أجمعين من أول اليوم إلى الأبد رضوان الله تعالى عن كل واحد منهم أجمعين ليس لنا إله غيرك ولا رب سواك لا إله إلا أنت ظاهر اللاجئين وجار المستجيرين ومأمن الخائفين وكنز الطالبين اللهم إن كنت كتبتنا عندك في الكتاب شقيا أو محروما أو مقترا علينا في الرزق فامحو اللهم بفضلك شقاوتنا وحرماننا وقطار أرزاقنا وثبتنا عندك في الكتاب سعيدا موفقا للخيرات سعيدا موفقا للخيرات سعيدا موفقا للخيرات فإنك قلت وقولك الحق في كتابك المنزل على لسان نبيك المرسل يمحو الله ما يشاء ويثبت وعنده الكتاب കരുണയുള്ള പടച്ചവനെ ദയാലുവായ നാഥ സാധുക്കളായ അടിമകൾ നിന്നെ വിളിക്കുന്നു റബ്ബേ നിന്നെയല്ലാതെ മറ്റാരെ വിളിക്കും റബ്ബേ പടച്ചവനെ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണമേ നാഥ നിന്റെ വിശുദ്ധ ഗേഹങ്ങളിലേക്ക് പോകാനുള്ള മോഹത്തോടു കൂടി ഞങ്ങൾ ഇവിടെ കൂടിയതാണ് റഹ്മാനെ ഞങ്ങളെ നീ നിരാശപ്പെടുത്തല്ല റബ്ബേ
പരിശുദ്ധമായ നീ സ്വീകാര്യ യോഗ്യമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യുവാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സന്ദർശിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ നാഥ, ആഫിയത്ത് നൽകണമേ നാഥ, ദീർഘായുസ് നൽകണമേ നാഥ. ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും കണ്ണിന് കുളിർമ നൽകുന്നവരെ ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. നരകത്തിലിട്ട് ഞങ്ങളെ ചുട്ടുകരിക്കല്ലേ നാഥ. ഞങ്ങളുടെ ഹജ്ജുകൾക്ക് തടസ്സമാകുന്നതൊന്നും നീ വരുത്തല്ല റബ്ബേ. ഞങ്ങളുടെ ചിന്തകൾ നന്നാക്കിത്താ റബ്ബേ, ഞങ്ങളുടെ പെരുമാറ്റങ്ങൾ നന്നാക്കിത്താ റബ്ബേ. നിന്നിതര സൃഷ്ടികളോട് ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ക്ഷമ നൽകണമേ നാഥ, വിട്ടുവീഴ്ച മനോഭാവം നൽകണമേ നാഥ, നല്ല അവസ്ഥ നൽകണമേ നാഥ. പടച്ചവനെ പാവപ്പെട്ടവർക്ക് സഹായിക്കാനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് നൽകുകയും അത് ചെലവഴിക്കാൻ മനസ്സ് നൽകുകയും നീ നൽകണമേ നാഥ. ഞങ്ങളുടെ നോമ്പുകളെ നീ സ്വീകരിക്കണമേ നാഥ. അത് പുഴുക്കുത്തുകളാണെങ്കിൽ അതില്ലാതാക്കി തീർക്കണമേ നാഥ. ഞങ്ങളുടെ എല്ലാ അമാലുകളും നീ സ്വീകരിക്കണമേ നാഥ. സുരക്ഷങ്ങൾ പ്രതിഫലം കിട്ടുന്ന അമലുകളിലേക്കാണല്ലോ ഞങ്ങൾ പോകുന്നത് റബ്ബേ. അതിന് തടസ്സം വരുന്ന ഒന്നും ഞങ്ങളെ കൊണ്ട് ജീവിപ്പിക്കല്ലേ നാഥ. ഞങ്ങളുടെ മക്കളെ അല്ലാഹുവേ ലഹരിക്കടിമയാക്കല്ലേ നാഥ, അനുസരണമുള്ള മക്കളാക്കണമേ നാഥ. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നു മക്കളെ നീ നന്നാക്കണമേ നാഥ. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണമേ നാഥ. അഹങ്കാരമുള്ള മക്കളല്ല ആക്കല്ലേ നാഥ. ഞങ്ങളുടെ വീടുകളെ നീ ചുട്ടരിക്കല്ലേ നാഥ. ഞങ്ങളുടെ വീടുകളിൽ അപകടങ്ങൾ വരുത്തല്ലേ നാഥ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളികളിലും മദ്രസകളിലും യാതൊരു കോട്ടവും നീ വരുത്തല്ലേ നാഥ. ലോകമെമ്പാടും മുസ്ലിമീങ്ങളുടെ അവസ്ഥ അല്ലാഹുവേ ഭയാനകമാണ് റബ്ബേ. ഹിദായത്തിലാക്കണമേ നാഥ. ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ തന്നെ കൈകാര്യം ചെയ്യണമേ നാഥ. അല്ലാഹുവേ നീ ഞങ്ങളെ സംരക്ഷിക്കണേ നാഥ. പടച്ചവനെ അൽ ഹറമൈനി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലാക്കി കൊടുക്കണമേ നാഥ. കൊടുന്നനവിയിൽ നശിച്ചു പോകാനിട വരുത്തല്ലേ നാഥ. വളരെ കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ വളർത്തിയ മക്കളാണ് റഹ്മാനെ. ലക്ഷാത്രയോ ആൾക്കാർ പരിശുദ്ധമായ ഹറമുകളിൽ എത്തിച്ചു റബ്ബേ. അതിന്റെ ബർക്കത്ത് റഹ്മാനെ ഖിയാമത്ത് നാൾ വരെയും അവർക്കും തലമുറകൾക്കും നീ നൽകണമേ നാഥ. ഞങ്ങൾ പാവപ്പെട്ടവരാണ് റബ്ബേ. ഞങ്ങളുടെ മക്കളെ നല്ല മക്കളാക്കണമേ നാഥ. അവർക്കും ആ ഭാഗ്യം നീ കൊടുക്കണമേ നാഥ. ഞങ്ങളുടെ ഭാര്യമാർക്കും ആ ഭാഗ്യം നീ കൊടുക്കണമേ നാഥ. വിഷമങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെട്ട ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങളെല്ലാം നീ സുഖപ്പെടുത്തി കൊടുക്കണമേ നാഥ. പരിശുദ്ധ ഹറമുകളിലെത്താൻ സാധിക്കാത്തവർക്ക് അതിനുള്ള അവസരം നീ ഒരുക്കി കൊടുക്കണമേ നാഥ. ഈ കേരളവും ഭാരതവും ഞങ്ങളുടേതാണ് റഹ്മാനെ. രാജ്യസ്നേഹം ഞങ്ങൾക്ക് നൽകണമേ നാഥ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും റഹ്മാനെ അല്ലാഹുവേ നല്ല അവസ്ഥയിലാക്കണമേ നാഥ. പരസ്പരം സഹോദരത്തോടുകൂടി ജീവിക്കുവാൻ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ നാഥ. അല്ലാഹുവേ ഇത് നിന്റേതാണ് റഹ്മാനെ. നീ ആകാശഭൂമികളുടെ ഉടമസ്ഥൻ നീയാണ് റബ്ബേ. നിന്നെ വെല്ലാൻ ആർക്കും കഴിയുകയില്ല റബ്ബേ. ഈ ചിന്ത എല്ലാവർക്കും നൽകണമേ നാഥ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹീം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാരക്ത അലാ സയ്യിദിനാ ഇബ്രാഹീം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم اجعل حجنا حجا مبرورا وسعينا سعيا مشكورا وذنبنا ذنبا مغفورا وتجارة لن تبور يا عالم ما في يا الله ارحمنا يا الله ارحمنا يا الله ارحمنا يا الله خلصنا من النيران خلصنا من النيران خلصنا من النيران وادخلنا الجنة مع الأبرار يا عزيز يا غفار يا رب العالمين. ربنا تقبل دعاءنا
صيامنا وصلاتنا وسائر أعمالنا كلها تامة لوجهك الكريم، وتب علينا إنك أنت التواب الرحيم، واغفر لنا واغفر لهم وارحمنا وارحمهم بأنواع رحمتك في الدارين يا رب العالمين، بفضلك وجودك وكرمك ومنك يا أكرم الأكرمين ويا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.